എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിന്റെ ദാസനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ച് ഇന്ന് പകൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കാം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. കണ്ണുകളുടെ ചൊരുമിച്ചും ദൈവമക്കൾ പ്രാർത്ഥിച്ചാണ്. കഴിഞ്ഞ 18 ദിവസങ്ങൾ നമ്മുടെ നടുവിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അധരം തുറക്കുക. എത്രയോ പേര് കഴിഞ്ഞ രാത്രി ലോകത്തോട് വിട പറഞ്ഞു. എത്രയോ വീടുകളുടെ മുറ്റങ്ങൾ വിലാപത്തിൻ്റെ കളങ്ങളായി. എത്രയോ പേര് ക്യാൻസർ സെന്ററുകളിൽ അഭയം പ്രാപിച്ചു. എത്രയോ വാഹനങ്ങൾ റോഡിൽ പൊലിഞ്ഞുപോയി. ചോരമണക്കുന്ന ആമേൻ ആമേൻ പഴകി ദ്രവിച്ച അധ്യായങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ പിശാച് തുറന്നപ്പോൾ ആയുസോടെ ദൈവം നമ്മെ ആലയത്തിൽ ഇന്ന് പകൽ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ചുറ്റും പരിചയമായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇടത്തും വലത്തും നോക്കാതെ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരു അനുഭവമാണ്. ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരു അനുഭവമാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കിയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. ചങ്കിൻ്റെ അകത്ത് ചോര തന്ന് നിങ്ങളെ വീണ്ടെടുത്ത കർത്താവ്, കണ്ണിനെ കണ്ണുനീരിന്ന് വിടുവിച്ചവൻ, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചവൻ, പ്രാണനെ മരണത്തിൽ രക്ഷിച്ച കർത്താവിനെ എല്ലാം മറന്ന് സ്തുതിക്കാൻ തുടങ്ങുന്ന ദൈവമക്കൾ, അഭിഷേകത്താൽ നിറയപ്പെട്ട ദൈവമക്കൾ, അന്യഭാഷാ വരം ലഭിച്ച ദൈവമക്കൾ അധരം തുറന്ന് ഒരുപക്ഷെ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം വരുത്താൻ, ഇന്ന് വരെ നാം കാണാത്തൊരത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യാൻ, ഇന്ന് വരെ നാം കാണാത്ത വിടുതലുകൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ചെങ്കടലിൽ വഴി തുറന്നവൻ, ഫറവോന്യ ദുരാധിപത്യങ്ങളെ അഴിച്ചവൻ, ആമേ മാറയെ മധുരമാക്കിയവൻ, തീക്കൽ പാറയെ ജലതടാകമാക്കിയവൻ, കാടപ്പക്ഷിയെ 3 മുഴം പൊക്കത്തിൽ പാളയത്തിൽ ഇറക്കിക്കൊടുത്തവൻ, തൻ്റെ ജനത്തിനു വേണ്ടി ഈന്തപ്പഴം കൊടുത്തവൻ, നീരുറവ തുറന്ന ദൈവം ഇന്ന് ഈ പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. കരങ്ങൾക്ക് ആരോഗ്യമുള്ളവർ കരങ്ങളെ തട്ടാമെങ്കിൽ, അന്യഭാഷയുടെ വരം കിട്ടിയവർ അന്യഭാഷയിൽ ആരാധിക്കാമെങ്കിൽ, തിരുവല്ലായുടെ ചരിത്രത്തെ മാറ്റാൻ, കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ ഒരുപക്ഷെ കാലഘട്ടങ്ങൾക്ക് തടയാൻ കഴിയാത്തൊരു ഉണർവ് ഒരു അഗ്നിപർവ്വതം പോലെ സഭയുടെ അകത്തുനിന്ന് പുറത്തു വരട്ടെ. വാഗ്ദത്തമുള്ളവനെ കരയിപ്പിക്കാൻ പിശാചുണ്ടാക്കി വെച്ചിരിക്കുന്ന സകല സംഭവങ്ങളും അഭിഷേകത്തിന്റെ അഗ്നിക്കകത്ത് ഇന്ന് പകൽ കരിഞ്ഞു മാറട്ടെ. ശക്തിയോടെ ആരാധിക്കുക. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ ആരാധിക്കുക. തേജസ് വാരി പുതച്ചവൻ നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. തേജസ് വാരി ഉടുത്തവൻ നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. റബാല അർക്കാ മസിയ പ്രഭാനയ ലഗണ്ഠര മർദ്ദനായ സിയാരഗദൽ റൈഡമന രഗടക ധനരഗടക സബ്ധല രഗടക സൈഡൽ ഖമാനയ. ഒരു വലിയ ദൈവപ്രവൃത്തി ആലയത്തിനകത്ത് ചലിക്കട്ടെ. തിരുവല്ലായുടെ ചരിത്രത്തെ മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ മഹത്വം ഈ ആരംഭത്തിൽ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. പൈശാചിക വെല്ലുവിളികൾ തകരട്ടെ. ജനം അടുത്തൊരു മേഖലയിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാ നിരാശകളെയും ശാസിക്കുന്നു. ആവോളം ശബ്ദമുയർത്തുക.
ആവോളം ശബ്ദമുയർത്തുക. ഒരു വലിയ ദൈവമഹത്വം, വലിയൊരു ദൈവത്തിന്റെ തേജസ് ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. പൈശാചിക മണ്ഡലങ്ങൾക്ക് തടയാൻ കഴിയാത്ത, ആഭിചാര മണ്ഡലങ്ങൾക്ക് ഒതുക്കാൻ കഴിയാത്ത, ലക്ഷണവിദ്യക്ക് ഒതുക്കാൻ കഴിയാത്ത, പൈശാചിക വ്യാപാരങ്ങൾക്ക് തടയാൻ കഴിയാത്ത സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. കൃപയെ നാർത്തുകൊണ്ട് ആണിക്കല്ലേ. കമാൻ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. സെരുബ്ബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? സമഭൂമിയാകുക. അന്യഭാഷയിൽ ആരാധിക്കുന്ന ഈ മക്കൾ, നാം പെന്തക്കോസ്തുകാരാണ്. നാം അഭിനയിക്കാൻ ഇറങ്ങിയവരല്ല, നാം ആരാധിക്കാൻ ഇറങ്ങിയവരാണ്. മിസ്രയീമിന്റെ ചങ്ങല പൊട്ടിച്ചത് ആരാധിക്കാനാണ്. എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കാൻ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് നിങ്ങളുടെ അടുക്കൽ വന്നുവെന്ന് Rabala Raktana Rasatala Raba Hamdana Raba. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചിട്ട്, ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനോ വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ, വല്ലഭത്വമുള്ള നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനോ വാഴ്ത്തും നാമം. ആ കൈയെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനോ വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ, വല്ലഭത്വമുള്ള നാമോ, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ, വല്ലഭത്വമുള്ള നാമോ, ശ്രീയേശുനാമോ അതിശയ പാരിടത്തിൽ വന്ന
വന്ന നാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമാ പുണ്യനാമം. ഓ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമാ പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു. നിൻ അഭിഷേകത്താലേ എന്നെ ശക്തി മാറ്റിടണേ, എന്നെ വിളിച്ചവരേ Hallelujah. We worship you, Lord. Hallelujah. Hallelujah. Oh, hallelujah. 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 ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഈ സഭ കഴിഞ്ഞ ഏറിയ ദിവസങ്ങളായി അങ്ങയെ കാത്തിരിക്കുകയാണ്. വളരെ ആഴമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവുകളെ തൊടണമേ, ഞങ്ങളുടെ ചിന്തകളെ തൊടണമേ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ തൊടണമേ. ഇന്ന് ഈ പകൽ യേശുവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. യേശു മാത്രം ഉയർന്നിരിക്കട്ടെ. യേശുവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മാനുഷിക നാമങ്ങളും താഴ്ന്നു പോകട്ടെ. യേശുവിന്റെ നാമം മാത്രം ഉയർന്നു നിൽക്കട്ടെ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ രാജു പോക്കാല പാസ്റ്റർ, ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജിബിനെ
ഈ യോഗം നിയന്ത്രിക്കുന്ന മറ്റ് കർത്താവിൻ്റെ ദാസന്മാര്, എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ സ്നേഹവും നിങ്ങളോടുള്ള ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തെ ഭാഗ്യമായിട്ട് കാണുകയും നിങ്ങളോടുള്ള ദൈവവചന ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യുന്നു. ദീർഘദിവസങ്ങളായി തുടർമാനമായി വളരെ ശക്തമായ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയാണ്. ഒന്നാമത്തെ ദിവസം മുതൽ 18 ദിവസം വരെ ഏതാണ്ട് 10-36ഓളം മെസ്സേജുകൾ, അതിലധികം ദൂതുകൾ നിങ്ങളുടെ കയ്യിൽ വന്നു. യോഗം കഴിയുമ്പോൾ പരക്കെ ഒരു സംസാരമുണ്ട്. 3-ാം ദിവസം നല്ലതായിരുന്നു, 2-ാം ദിവസം കൊള്ളില്ലായിരുന്നു, 7-ാം ദിവസം നല്ലതായിരുന്നു, 13-ാമത്തെ ദിവസം ആരാധന മാത്രമേ ഉള്ളായിരുന്നു, 14-ാമത്തെ ദിവസം വചനം മാത്രമേ ഉള്ളായിരുന്നു. ഇതിനൊന്നും നമ്മെ ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒന്നും തോന്നാത്ത ചില യോഗങ്ങൾ ചിലർക്ക് ഭയങ്കര വിടുതലായിരുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത ചില ദിവസങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. ആമേൻ. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നിങ്ങളറിയാതെയുള്ളൊരു ദൈവിക സ്പർശനം നിങ്ങളുടെ മേൽ സംഭവിച്ചു കൊണ്ടിരിക്കും. കാരണം നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. തീക്കൽ പാറയെ ജലതടാകമാക്കി മാറ്റാൻ ഉയർന്നു പൊങ്ങി പറന്നു പോകുന്ന കാടപ്പക്ഷിയെ 3 മുഴം ഉയരത്തിൽ കയ്യെത്തിപ്പിടിക്കാൻ പാകത്തിന് വാഗ്ദത്തമുള്ളവന്റെ പാളയത്തിൽ ഇറക്കി കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് ഈ പകൽ ദൈവമക്കൾ വിശ്വസിക്കണം. വാഗ്ദത്തങ്ങൾ ഇനി എൻ്റെ ചെവിയിൽ വിശ്രമിക്കുകയല്ല. 2020, 2022, 2021, 2023 അങ്ങനെ നമ്മുടെ കാതിൻ്റെ ഡയഫ്രങ്ങളിൽ വിശ്രമിക്കുന്ന എത്രയോ വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ഈ 19ാമത്തെ ദിവസം നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കാതിൽ കേട്ടത് കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ആ ദൂതിനൊന്ന് ആമേൻ പറഞ്ഞാൽ എന്താണോ നിങ്ങൾ ഇന്നലകളിൽ കേട്ടത് അത് യാഥാർത്ഥ്യമായി മാറാൻ പോകുകയാണ്. എന്താണോ നിങ്ങൾ ഇന്നലെ കേട്ടത് ശക്തിയോടെ ആ കൈയൊന്നടിച്ച്, എന്താണോ നിങ്ങൾ ഇന്നലെ കേട്ടത്, God reveal his glory, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. കൈ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ ആമേൻ പറയുന്നെങ്കിൽ ശക്തിയോടെ. നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ തുടർമാനമായിട്ട് കേൾക്കുന്ന പ്രസംഗങ്ങളിൽ മൂലഭാഷയിലെ 2 വാക്കുകൾ എൻ്റെ കാതിലും വന്നിട്ടുണ്ട്. ഒന്ന് ക്രോണോസ് എന്ന് പറയുന്ന വാക്കും 2 കെയ്റോസ് എന്ന് പറയുന്ന 2 വാക്കുകൾ. ഇത് ദൈവത്തിൻ്റെ സമയങ്ങളോട് ബന്ധപ്പെട്ട 2 വാക്കുകളാണ്. എന്നാൽ ഇന്ന് പകല് ദൈവമക്കളുടെ ആത്മീക മുന്നേറ്റത്തിന് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കയറാം. ക്രോണോസ് മനുഷ്യന്റെ സമയമാണെന്നും കെയ്റോസ് ദൈവത്തിന്റെ സമയമാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വാക്കോടെ കയറ്റി പറയാം, ക്രോണോസ് ഒരു കാലഘട്ടമാണ്, കെയ്റോസ് അങ്ങനെയല്ല. കെയ്റോസ് ഷാർപ്പ് ചെയ്തൊരു ടൈമാണ്. ഒന്നുകൂടെ പറയാം, ക്രിസ്തുമസ് കാലം ഒരു ദിവസമല്ല, ഓണക്കാലം ഒരു ദിവസമല്ല, അവധിക്കാലം ഒരു ദിവസമല്ല, അതെല്ലാം ഒരു സീസൺ. ആഴ്ചയല്ല, അതൊരു സീസണാണ്. വേനൽക്കാലം അതൊരു ദിവസമല്ല, അതൊരു സീസണാണ്. എന്നാൽ കെയ്റോസ് എന്ന് പറയുന്നത് സീസൺ അല്ല, അതൊരു ഷാർപ്പ് ചെയ്ത ടൈമാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, സ്പേസിലേക്ക് പോകാൻ വേണ്ടി നാസയിൽ ഒരു വാഹനം റെഡിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ആമേൻ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കുക, എപ്പോഴാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്? മറുപടി, നാളെ ഉച്ച കഴിഞ്ഞ് ആകാശത്തോട്ട് നോക്കിയിട്ട് മഴക്കാറില്ലെങ്കിൽ 4 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു 7 മണിക്കകത്ത് അയക്കാമെന്നല്ല അവർ പറയുന്നത്. 2 മണി 30 മിനിറ്റ് 40 സെക്കൻഡ്. 2 മണി, ഓ കേട്ടില്ല നിങ്ങൾ, 2 മണി 30 മിനിറ്റ് 40 സെക്കൻഡ്. 2 മണി 30 മിനിറ്റ് 40 സെക്കൻഡ്. നിങ്ങൾ ആരും കേൾക്കാതെ അവരുടെ കൗണ്ട് ഡൗൺ ഉണ്ട്. 10, 9, 8, 7, 6, 5, 4. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, ആ 40 സെക്കൻഡ് ആകുമ്പോൾ അത് പൊങ്ങിയിരിക്കും. ഞാൻ ഈ സഭയോട് പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൂത് ഞാൻ പറയാം. നിങ്ങൾ നിൽക്കുന്നത് കാലഘട്ടത്തിലല്ല,
നിങ്ങൾ നിൽക്കുന്നത് ഷാർപ്പ് ചെയ്തൊരു ടൈമിലാണ്. ഇനി നിന്റെ മറുപടിക്ക് കാലതാമസമില്ല. മന്ത്രവാദിയുടെ മന്ത്രവാദത്തിനോ ആഭിചാരകന്റെ ഹോമകുണ്ടങ്ങൾക്കോ പാതാള വ്യാപാരങ്ങളുടെ ഇരിപ്പിടങ്ങൾക്കോ തിരുവല്ലായിൽ വാഴുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കോ മാനസിക ചിന്തകൾക്കോ ഇരുട്ടിന്റെ ദുരാധിപത്യങ്ങൾക്കോ തൊടാൻ കഴിയാത്തത് പോലെ ഒരു ദൈവപ്രവർത്തിയുടെ ഷാർപ്പ്. ആമേ. കഴിയുമെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഏതൊക്കെയോ കുടുംബങ്ങൾ ദൈവപ്രവർത്തിയുടെ കൈക്കാരോഗ്യം ഉണ്ടെങ്കിൽ കൈതട്ടി, തൊണ്ടക്കുഴിയിൽ ശബ്ദമുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കും കൂടെ ദൈവമക്കളോട് കയറ്റി പറയാം. 24 വർഷം ദൈവം അബ്രഹാമിന് തലമുറയെ കൊടുക്കാതിരുന്നു എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് 25-ാമത്തെ വർഷം ദൈവം അവന് തലമുറയെ കൊടുത്തെന്ന് പറയുന്നതാണ്. 13 വർഷം യോസഫിനെ കാരാഗ്രഹത്തിൽ ഇട്ടു എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് 13-ാമത്തെ വർഷം ദൈവം അവനെ പുറത്ത് കൊണ്ടുവന്നു എന്ന് പ്രസംഗിക്കുന്നതാണ്. യേശു ക്രൂശുമായിട്ട് വീണു എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ വീണടത്ത് കിടന്നവൻ നശിച്ചില്ല, അവൻ എഴുന്നേറ്റ് വന്നു എന്ന് പ്രസംഗിക്കുന്നതാണ്. യേശുവിന്റെ കല്ലറ അടഞ്ഞുവെന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ അടഞ്ഞ വെള്ളിയാഴ്ചയേക്കാൾ താഴെ തുറക്കുന്ന ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ശബ്ദമുയർത്തി ആമേൻ പറ. തുറക്കുന്ന ദിവസം വരുന്നു. ഈസ് ദ ടൈം ഓഫ് ഗാഡ്. ഇത് ദൈവത്തിന്റെ സമയം. ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ ദൂതിലേക്ക് കയറാം. നിങ്ങൾ ദൈവമക്കൾ കഴിയുമെങ്കിൽ കഴിയുന്നിടത്തോളം സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഞാനിവിടെ പറയുന്നത് കിഴവിക്കഥകളല്ല, ഞാനിവിടെ പറയുന്നത് ദൈവവചനത്തിൻ്റെ ദൂതുകളാണ്. കഴിയുന്നിടത്തോളം ഏതോസ്തം പറയുന്നത് വൃദ്ധന്മാര്, ബാലന്മാര്, യുവതികള്, യുവാക്കന്മാര്, പിന്നെ ഇനി ആരെങ്കിലും പുറത്തു പോകാതിരിക്കാൻ ആ സങ്കീർത്തനത്തിൽ ഒരു കടുങ്കയും കൂടെ ചെയ്തിട്ടുണ്ട്. ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മനഃപൂർവ്വമായി ഒരുത്തനെ ഒഴിയാതിരിക്കാനാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ഹല്ലേലൂയ, ഞാൻ കൈതൊഴുത് പിടിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിവ് തെളിയിക്കാൻ വന്നതല്ല. ഞാൻ ആ ഗതികേടിലല്ല നിൽക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്, അത് പറഞ്ഞേച്ച് ആമേൻ വേഗത്തിൽ മടങ്ങിപ്പോകാൻ എനിക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് നിങ്ങൾ എന്നോട് കൂടെ വരിക. ഞാൻ എല്ലായിടത്തും പറയും ആമേൻ, മാതാപിതാക്കൾ ആരാധിച്ചാൽ മക്കൾ ആരാധിക്കും, ഞങ്ങൾ ഉപദേശിമാർ ആരാധിച്ചാൽ ദൈവമക്കളെല്ലാം ആരാധിക്കും. ആമേൻ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും സ്തോത്രം ചെയ്തും ആമേൻ. എന്നെ ഇന്ന് ആരാധിക്കാഞ്ഞത് ഒരു മൂഡില്ലായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ചിലർ അത് ഇച്ചിരി ആത്മീകമാക്കി പറയും, സാന്നിധ്യമില്ലായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ചിലർ പറയും ആത്മാവിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലെന്ന് പറയും. ഇതൊക്കെ പൊള്ള വാക്കുകളാണ്, വെറുതെയാണ്. ആമേ. മൂഡില്ലാത്തത് കൊണ്ട് ശ്വാസം വലിക്കാത്ത ഒരാളെ കാണിച്ചതാ. ഇന്നൊരു മൂഡില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഓക്സിജൻ വലിക്കാത്തവര് ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പന്തലിടുന്നവർക്ക് നല്ല മൂടാണ്. അന്ന് വീട്ടിൽ പന്തലിടും, അന്ന് വീട്ടിൽ പന്തൽ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ പ്രസംഗ ജീവിതത്തിൻ്റെ 30-ാമത്തെ വർഷമാണ് ഞാൻ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. പ്ലീസ് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവിനെ ആരാധിക്കാം. ഇനി നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി കസേരയായിട്ട് താഴെ പോയാലും ഈ ദൂത് ഞാൻ പറഞ്ഞേച്ചേ പോകത്തുള്ള കാര്യം, ഈ ദൂത് എൻ്റെ അകത്തെ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഇവർ 12 പേര് ഗലീല കടലിനെ ക്രോസ് ചെയ്യുകയാണ്. ഏതാണ്ട് 8 കിലോമീറ്റർ നീളമുള്ള 27.5 കിലോമീറ്റർ വീതിയുള്ള ഗലീലക്കടല്
ഇവര് ക്രോസ് ചെയ്യുകയാ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പ് അക്കരയ്ക്ക് പോ. ശിഷ്യന്മാരെ യേശുവിനെ വള്ളത്തെ കയറ്റാൻ നിർബന്ധിച്ചില്ല. അതിന്റെ കാരണം, ഇതിനു മുമ്പ് ഇവര് ഗലീലക്കടൽ 1000 തവണ അല്ല 10,000 തവണ ക്രോസ് ചെയ്തതാണ്. എനിക്ക് കഴിയുന്ന മേഖലയിൽ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ പൈസയുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. എൻ്റെ മുറ്റത്ത് കാറുണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. 5-ാം പട്ടയ്ക്ക് പാല് 37 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. വേൾഡ് ബാങ്കിൽ, സ്വിസ് ബാങ്കിൽ, കാനറ, കാത്തലിക്, IDB, ICICI ബാങ്കിൽ കാശുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാ പത്രോസ് പറഞ്ഞത്. യേശു ഓടിരുന്നു, ഞങ്ങൾ പൊക്കോളാം. ഇത് തന്നെ അന്ത്രയോസ് പറഞ്ഞത്, അങ്ങ് അവിടെ ഇരുന്നോ, ഞങ്ങൾ പൊക്കോളാം. എന്നാൽ കടലിൽ ഇറങ്ങിയപ്പോൾ കടലിന്റെ സ്വഭാവം മാറി. കടലിൽ ഇറങ്ങിയപ്പോൾ കടലിന്റെ സ്വഭാവം മാറി. ഞാൻ പത്രോസിനോട് ചോദിക്കുന്നു, എന്താ താങ്ങാൻ പറ്റുന്നില്ലേ? ഇല്ല. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല. തരണം ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി ഈ ഗലീലക്കടലിന്? പത്രോസ് പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ പറയാം പത്രോസ് എന്ത് പറ്റിയെന്ന്. ഇന്നലെ വരെ നീ കടലിൽ ഇറങ്ങിയത് ഉദരപൂരണത്തിന് വേണ്ടിയാ. എന്നാൽ ഇന്ന് നീ ഇറങ്ങിയത് ആത്മാക്കളെ നേടാനാ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്നലെ വരെ നീ ഇറങ്ങിയത് നന്മ നേടാൻ വേണ്ടിയാ, വയറു നിറയ്ക്കാനാ. എന്നാൽ ഇന്ന് നീ പോകുന്നത് ഗദരദേശത്തേക്കാ. ഇന്ന് നീ പോകുന്നത് ശുശ്രൂഷയ്ക്കാ. ഇന്നലെ വരെ നിനക്കെതിരെ കോപിക്കാത്തവർ കോപിക്കുന്നുണ്ടോ? ഓർത്തോണം, നിന്റെ മേലൊരു നിയോഗം വീണിട്ടുണ്ട്. ഇന്നലെ വരെ സ്നേഹിച്ചവർ നിന്നോട് ക്രുദ്ധത കാണിക്കുന്നുണ്ടോ? റിയലി നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ നിയോഗം വീണിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ വള്ളം മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. പെട്ടെന്ന് പറയാം. നമ്മള് വർഷങ്ങളായിട്ട് പാടിയ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3 യാമങ്ങളും പറ. ഞാൻ തുടങ്ങി തരട്ടെ. 3 യാമങ്ങളും അടുത്ത വരി ഞാൻ പാടാം. 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാറായി വലയുകിലും, മുറ്റും കാടലിന്മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖിയേശു വന്നിടും തീർച്ചയായി. ഭക്തരിൻ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം, ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗ പിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗ പിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതാൻ ജീവിതം. ശ്രദ്ധിച്ചേ, നമ്മൾ ആദ്യം പാടിയ വരി ഓർക്കുന്നുണ്ടോ? 3 യാമങ്ങൾ വൻതിരയായി. ഒരു രാത്രിക്ക് 4 യാമം, സന്ധ്യായാമം, പാതിരാത്രിയാമം, കോഴികൂവുന്ന യാമം, പ്രഭാതയാമം. ഒരു യാമത്തിന് 3 മണിക്കൂർ. 12 മണിക്കൂറാണ് ഒരു രാത്രി. അങ്ങനെയാണെങ്കിൽ 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാറായി വലയുകലും. അങ്ങനെയാണെങ്കിൽ യേശു കടലിന്റെ മേളിൽ വന്നത് 10-ാമത്തെ മണിക്കൂറാണ്. ഒന്ന് മിണ്ട് പ്രിയരെ. യേശു കടലിന്റെ മേളിൽ കൂടെ നടന്നു വന്നത് 10-ാമത്തെ മണിക്കൂറാണ്. നമ്മുടെ നോട്ടത്തിൽ എന്റെ വിഷയത്തിൽ യേശു ഇടപെട്ടത് 10-ാമത്തെ മണിക്കൂറാണ്. ആയുസ് വെച്ച് കൂട്ടി നോക്ക്. എന്റെ വിഷയത്തിൽ യേശു ഇടപെട്ടത് 60-ാമത്തെ വയസ്സിലാണ്, 55-ാമത്തെ വയസ്സിലാണ്, 10-ാമത്തെ മണിക്കൂറാണ്. എന്നാൽ എന്റെ ചോദ്യം, നിനക്ക് യേശു വിസിബിൾ ആയത് 10-ാമത്തെ മണിക്കൂറാണ്. കേട്ടില്ല? യേശുവിനെ നീ കാണുന്നത് 10-ാമത്തെ മണിക്കൂറാണ്. എന്നാൽ എന്റെ ചോദ്യം, കഴിഞ്ഞ 9 മണിക്കൂർ നീ മുങ്ങിയില്ലല്ലോ. ആലോചിച്ചിട്ടോ രാമൻ പറ. കഴിഞ്ഞ 9 മണിക്കൂർ നീ താന്നില്ലല്ലോ. താഴാതിരുന്നത് നിന്റെ ഗുണം കൊണ്ടല്ല. നല്ലപോലെ ആരാധിക്കാമെങ്കിൽ somebody shout labra tasatarama. എത്ര വട്ടം നീ മരിച്ചു പോകേണ്ടതാ, എത്ര വട്ടം
ഹല്ലേലൂയ. ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കരുതലാ. ഒരു വാക്ക് ഞാൻ സഭയോട് ഉറക്കെ പറയാം. ദൈവം നിനക്ക് വേണ്ടി ഒരു 10ാമത്തെ മണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപുള്ള 9 മണിക്കൂർ നിന്നെ തകർക്കാൻ ഒരു പിശാചിനും അതിന് മുൻപുള്ള glory to God. ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്ക. ആമേൻ. അതിനു മുൻപുള്ള എനിക്കറിയില്ല പ്രിയരെ, ഏതൊക്കെയോ വീടുകളുടെ മേൽ ഒരു അസാധാരണമായ ദൈവമഹത്വം ഇറങ്ങുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവത്തിന്റെ 10ാമത്തെ മണിക്കൂർ, നിന്റെ സഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവത്തിന്റെ 10ാമത്തെ മണിക്കൂർ, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവത്തിന്റെ ലൂക്കോസിന്റെ പുസ്തകങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയുമാണ്. പൗലോസിന്റെ അന്ത്യനാളുകളിൽ പൗലോസിന്റെ ശ്വാസമായി കൂടെ നടന്ന ഒരു അസാധാരണ ദൈവമനുഷ്യൻ. സാഹചര്യങ്ങൾക്ക് നടുവിൽ പൗലോസിനെ വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. പൗലോസിനോട് ദോഷം ചെയ്തവരുണ്ട്, നിജപുത്രന്മാരുണ്ട്. ഈ ആളുകളുടെ ഒക്കെ കൂടെ ഒരു നിഴല് പോലെ സന്തത സഹചാരിയായി അനുഗമിച്ച ഒരു കാലഘട്ടത്തിന്റെ ദൈവമനുഷ്യൻ. യേശു കർത്താവിന്റെ ഭൗമിക ജീവിതത്തിന് 33.5 വർഷങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവസഭയുടെ 36 വർഷത്തിന്റെ ചരിത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ത്രിത്വത്തിൽ രണ്ടാമനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ തന്റെ ഐഹിക ശുശ്രൂഷയോട് കൂടെ ഏതാണ്ട് 33 വർഷത്തിലേറെ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? മറിയ ഗർഭിണിയാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ദൂതനാകുന്ന ഗബ്രിയേൽ മറിയയുടെ അടുക്കൽ വന്ന് കൃപ ലഭിച്ചവളെ എന്നുള്ള വിളി പോലും ലൂക്കോസിന്റെ പേനായുടെ അകത്തുണ്ടായിരുന്നു. ബൈബിളിനകത്തുള്ളത് 104 ഏഞ്ചലിക് എൻകൗണ്ടറുകളാണ്. ദൂതന്മാരുടെ 104 വിസിറ്റേഷൻസ്. ആ വിസിറ്റേഷൻസിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢഗംഭീരമായത്, ഏറ്റവും തൂക്കമുള്ളത് ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചതല്ല, ഇരുട്ടുമുറിക്കകത്തുനിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതല്ല. ആമേൻ. മറിച്ച് ഏറ്റവും വലിയ ദൂതന്റെ വിസിറ്റേഷൻ ആമേൻ മറിയയുടെ മുറിയിൽ ഇറങ്ങിയതാണ്. ആമേൻ. ആമേൻ. നിന്റെ ഉദരത്തിൽ ഒരാൾ വരാൻ പോകുന്നു. അവിടെ മുതൽ ലൂക്കോസിന്റെ പേന ചലിക്കുന്നുണ്ട്. ആമേൻ. യേശു കർത്താവിനെ ഈ ഭൂമിയിൽ, നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കണേ പ്ലീസ്. ചിലരൊക്കെ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ ഈ ദൂതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ്. ഹല്ലേലൂയ. യേശു കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ചു വീഴുന്നു. കച്ചുമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ യേശു കിടന്നു കളിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറത്തിൽ യേശു ഓടിക്കളിക്കുന്നു. 12ാമത്തെ വയസ്സിൽ യേശു ദൈവാലയത്തിൽ പോകുന്നു. 18 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. 30ാമത്തെ വയസ്സിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1ാമത്തെ അടയാളം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്ന, മുടമ്പന്മാരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, അനസ്യൂതം ഒഴുകുന്ന ഒരു നദി പോലെ യേശു കർത്താവിന്റെ അത്ഭുതങ്ങളിലൂടെ യാതൊരു സംശയവുമില്ലാതെ പേന ചലിപ്പിച്ച ഒരു ദൈവത്തിന്റെ മനുഷ്യനാണ് ലൂക്കോസ്. എന്നാൽ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അദ്ദേഹം
എഴുതി വന്നത് യേശുവിന്റെ ചരിത്രമാണ്. സുവിശേഷം യേശുവിന്റെ ചരിത്രമാണ്. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഈ മനുഷ്യൻ പേന ചലിക്കുമ്പോഴെല്ലാം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ പോലും അറിയാതെ കേറി വരുന്ന ഒരു പേരുണ്ട്. ആമേൻ, പരിശുദ്ധാത്മാവ്. ഞാനൊരു 4-5 കൂട്ടം കാര്യം കമ്പിവാചകം പോലെ പറയാം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ എടുക്കണ്ട, പ്രൊജക്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. ലൂക്കോസ് 1:35, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ യേശു മറിയയുടെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നു. എനിക്ക് യേശുവിന്റെ അമ്മ മറിയോടുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന്, അഭിനയത്തിന്റെ ചമയങ്ങളില്ലാത്ത ഒരു പച്ചയായ സ്ത്രീ, ആമേൻ, യേശുവിന്റെ അമ്മ മറിയ. കാരണം നിങ്ങൾ എന്നെ കേൾക്കണം, ദൂതൻ വന്ന് വെച്ച് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറയുമ്പോൾ, എന്നാൽ അടുത്ത കൺവെൻഷന് ഡേറ്റ് തന്നേക്കാനല്ല മറിയ പറഞ്ഞത്. മറിയ ദൂതനോട് ചോദിക്കുക, അതെന്തോ വന്ദനമാ, അതെന്തോ വന്ദനമാ? നമുക്ക് കൃപ കിട്ടിയ അന്നേരം പറയും, എന്നാ പിന്നെ ഫ്ലെക്സ് അടിച്ചോളാൻ പറയും, നാളെ തൊട്ട് യോഗ. ഹല്ലേലൂയ. മറിയ ദൂതനോട് ചോദിക്കുക, കൃപ ലഭിച്ചോ, ഇതെന്നെ വന്ദനമായത്? ദൂതൻ ചോദ്യത്തിന് മറുപടി, നിന്റെ ഉദരത്തിൽ ത്രിലോകത്തിന്റെ ഉടമസ്ഥൻ വരാൻ പോവുക. അന്നേരം മറിയ ആത്മാവിലായില്ല, വളരെ ഫ്രീ ആയിട്ട് ദൂതനോട് ചോദിക്കുക. ഇതൊക്കെ ചോദിക്കുന്ന ദൂതനോടാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഒരു പോലീസുകാരന് മുമ്പിൽ ചെന്ന് നിന്നാൽ സ്വന്തം പേര് മറന്നു പോകുന്നവരാ നമ്മള്. കാക്കി കണ്ടാൽ വയറ്റിനകത്ത് പേരെടുക്കുന്ന ആളുകളുണ്ട്. ദൂതൻ എന്നതാ ദൂതൻ? ഏഞ്ചലോളജി. ആമേൻ. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, ഒരു ദൂതന്റെ വേഗത അധിപസ്വർഗത്തിൽ നിന്ന് ഭൂമി വരാൻ വേണ്ടത് 8 സെക്കൻഡ്. അദ്ദേഹത്തിന് 8 പ്രാവശ്യം ചോദിച്ചാൽ, ഇനി ആ ദൂതൻ തല്ലാനിറങ്ങിയാലോ, ഒരു പകല് തല്ലിയാൽ 1,85,000 പേര് അതോടെടുത്തീരും. പകല് രാത്രി കൂടെ നിന്നാലോ, ഒറ്റ ദിവസം നിന്നാൽ 3.5 ലക്ഷം പേരുടെ കാര്യത്തിൽ തീരുമാനം വരുത്തും. അതാ ദൈവത്തിന്റെ ദൂതൻ. ആമേൻ. അസാധാരണ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ദൂതനോട് ചോദിക്കുക, ഇതെന്തൊരു വന്ദനമാണ്? അന്നേരം ദൂതൻ പറയുന്നു, ആമേൻ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോകുന്നു, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അന്നേരം അവളുടെ അടുത്ത ഡൗട്ട് പച്ചക്ക ചോദിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയായികയാൽ, ഒന്ന് മിണ്ട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ആമേ, ആദാമിന്റെ കാലം മുതൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അവിടെയാ മറിയെ കൃപ എന്ന വാക്കിന്റെ പ്രത്യേകത. ഇന്നലെ വരെ തിരുവല്ല കാണാത്തത് ഇനി കാണാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. പെന്തക്കോസ്ത് ഗോളം അങ്ങ് എബ്രഹാം സാറിന്റെ കാലം മുതൽ, കേരളത്തിൽ ആരംഭിച്ച ഉണർവിന്റെ ആദ്യ കാലം മുതൽ, ആമേ, ഇന്ത്യ മഹാരാജ്യം, ആമേ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് 2025 നിനക്ക് വേണ്ടി ചെയ്യാൻ somebody വായി തുറക്കാമെങ്കിൽ തുറക്ക്. നിന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ. വിശ്വാസമുള്ളവർ ആരാധിച്ചാൽ മതി. അമ്മ തമ്പാറ് തല്ലി തീരത്തില്ല, ഓർഗൻ വായിച്ച് അവസാനിക്കത്തില്ല, 1 മണിയാകുമ്പോൾ ആശീർവാദം പറയത്തില്ല. അതിന്റെ അപ്പുറത്ത് സാത്താന്യ ലോകത്തിന് ചലിക്കാൻ കഴിയാത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു ചോദ്യമാണ് മറിയ ചോദിച്ചത്. ഇത് എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറഞ്ഞ മറുപടി, അടുത്ത 3 ദിവസം കോൺഫറൻസ്, 3 ദിവസം ഞാൻ നിനക്ക് ക്ലാസ് എടുക്കും, നീ നോട്ട് ബുക്കും പേനയുമായിട്ട് വരണം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന്റെ ഡീറ്റെയില് ഞാൻ നിനക്ക് എഴുതി തരാം, തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് കുറിവാക്യം കൊടുത്തില്ല. ദൂതന്റെ മറുപടി ഒറ്റ വാക്കില. നിങ്ങൾ എന്നെ ആഴമായിട്ട് ശ്രദ്ധിക്കണം പ്ലീസ്. ഒറ്റ വാക്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ദൂതന്റെ മറുപടി ഒറ്റ വാക്കിൽ തീർന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന
വരുന്ന കെറൂബാൻ. ഇംഗ്ലീഷ് ബൈബിളിൽ ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇച്ചൂടെ കേട്ടി പറയട്ടെ, ആമേൻ. ഞാൻ സാന്നിധ്യത്തിൽ നിന്ന്, പ്രസൻസിന്റെ അകത്ത് നിന്ന്, ഗ്ലോറിക്കകത്ത് നിന്ന് വന്ന കെറൂബാൻ. നിങ്ങൾ ആ ഭാഗം പഠിക്ക്. പിന്നെ മറിയയ്ക്ക് ഡൗട്ടില്ല, പിന്നെ മറിയയ്ക്ക് ഡൗട്ടില്ല. അതിന്റെ കാര്യം എന്നാന്നറിയാവോ? മറിയക്കറിയാ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവ സാന്നിധ്യത്തിന്. മുൻവിധികൾ എടുത്തുകളാ, നിന്റെ അറിവുകൾ എടുത്തു വെള്ളത്തിക്കളാ. ആമേ, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവ സാന്നിധ്യത്തിന് ചെയ്യാൻ. ഒരു പൊട്ടനെ പോലെ വിശ്വസിക്ക്, ഒരു പൊട്ടിയെ പോലെ വിശ്വസിക്ക്. ലോകത്തിൽ ആർക്കും ഇതുവരെ ചെയ്യാൻ കഴിയാത്തത് ഉപവാസത്തിന്റെ 19ാമത്തെ പകൽ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിയുന്നിടത്തോളം സ്തോത്രം ചെയ്ത് വരണേ. എനിക്കൊന്ന് ഇന്ന് 19ാമത്തെ ദിവസം. ആമേൻ. നാളെ 20. ആമേൻ. നാളത്തെ കഴിഞ്ഞ് 21 ശനിയാഴ്ച ഞായറാഴ്ച തോന്നുന്നു. ഇത്രയും ദിവസം യോഗം വെച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഒന്ന് കൈയടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം നിങ്ങളെ ഭരിക്കരുത്. പറ്റുമെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചേച്ച് വീട്ടിൽ പോകണം, ആരാധിച്ചേച്ച് പോകണം. ആമേ. മറിയ പറഞ്ഞ വാക്ക് കേട്ടോ, മറിയോട് ദൂതം പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ വന്നത് സാന്നിധ്യത്തിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു സഭയുടെ പേരല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു സെന്ററിന്റെ പേരല്ല പറഞ്ഞത്. ആമേ. ഞാൻ വന്നത് സാന്നിധ്യത്തിൽ നിന്നാണ്. ഞാൻ ഒറ്റ വാക്കിൽ ദൈവമക്കളോട് പറയാം, അഹരോന്റെ വടി ദൈവാലയത്തിൽ കൊണ്ട് കുഴിച്ചു വെച്ചെന്നല്ല, അത് ചാരി വെച്ചെന്നാണ്. ലോകത്തിൽ ഒരു വടിയോ ചെടിയോ തളിർക്കണമെങ്കിൽ അതിന് ചോട് വേണം, അതിന് വേര് വേണം, അതിന് വെള്ളം വേണം, അതിന് വെയിൽ വേണം. അഹരോന്റെ വടിക്ക് ചോടില്ല, അഹരോന്റെ വടിക്ക് വേരില്ല, അഹരോന്റെ വടിക്ക് വെള്ളം ഒഴിച്ചില്ല, അഹരോന്റെ വടിക്ക് വെയിൽ കിട്ടിയില്ല. പക്ഷെ ഫലമുണ്ട്. അതിന്റെ കാരണം എന്താ? സാന്നിധ്യത്തിന്റെ അകത്ത് നിന്ന ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായി ചിലരോട് ഇടപെടുകയാ. വേരില്ലെങ്കിലും വെയിൽ. ആമേ. എന്തോ സംഭവിക്കുന്നു. സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. ആമേ. 2025 ആമേ, ആമേ. വേരില്ലെങ്കിലും നിന്റെ സഭ കായ്ക്കാൻ പോകുന്നു. വേരില്ലെങ്കിലും നിന്റെ തലമുറ കായ്ക്കാൻ പോകുന്നു. വേരില്ലെങ്കിലും നീ പൂക്കാൻ പോകുന്നു. വേരില്ലെങ്കിലും നീ വളരാൻ പോകുന്നു. ഓ ഷാരാ മസായ. ദൈവ സാന്നിധ്യത്തിന് ചിലത് ചെയ്യാൻ കഴിയും. ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആമേ. ലോകത്തിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് മനുഷ്യന് ആഹാരത്തെക്കാൾ ഇഷ്ടമുള്ള യൂട്യൂബോ, മനുഷ്യന് ഇഷ്ടമുള്ള ഫേസ്ബുക്കോ, ഇൻസ്റ്റാഗ്രാമോ നിങ്ങൾ എടുത്തു നോക്ക്. ചർച്ചിനകത്ത് വന്നിരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുന്ന ഒരുത്തനെയും വിമർശിച്ചിട്ടില്ല ഇന്ന് വരെ. നിങ്ങൾ കേട്ടില്ല? പെന്തിക്കോസിനകത്ത് വന്ന് കുത്തിയിരുന്ന് ഉറങ്ങുന്ന മെഴുക് പ്രതിമകളെ ഇന്ന് വരെ ആരും വിമർശിച്ചിട്ടില്ല. യോഗത്തിനിടയ്ക്ക് അന്യോന്യം വർത്താനം പറയുന്നവരെ ഇന്ന് വരെ വിമർശിച്ചിട്ടില്ല. യോഗത്തിന് വന്ന് വെറുതെ ഇരിക്കുന്നവരെ ഇന്ന് വരെ വിമർശിച്ചിട്ടില്ല. കൈയടിക്കാത്തവനെ വിമർശിച്ചിട്ടില്ല. എവിടെ ഒരുത്തൻ ആത്മാവിലായോ? പിശാചിന്റെ താളത്തിന് നിൽക്കരുത്. ഒരു തലമുറ ടേക്ക് ഓഫ് ചെയ്യ. ഇത് ഹോളി സ്പിരിറ്റിന്റെ സീസൺ.
ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് അഭിഷേകത്തിൽ ജീവിക്കാനാണ്. പുതിയ നിയമ ദൈവസഭയെ നടത്തുന്നത് കെട്ടിടമല്ല, ആരുടെയും പോക്കറ്റിലെ കറൻസി അല്ല. പുതിയ നിയമസഭയുടെ കാര്യസ്ഥൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരു കാര്യം കൂടെ കെട്ടിപ്പറയാം, ഒരുത്തന്റെയും തലച്ചോറിന്റെ കനത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ. 25 കര തലച്ചോറ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ പോയാൽ നിന്നെ പോലൊരു മണ്ടൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ആമേൻ അറിവ് വെച്ച് പറ, അഹരോന്റെ വടി, ബദാമിന്റെ കമ്പ് തളിർക്കാൻ 7 വർഷം വേണം. തളിർത്തത് 7 മണിക്കൂർ കൊണ്ടാ. എവിടെ പോയി 7 വർഷം? ഒന്ന് മിണ്ടപ്പ. 7 വർഷം കൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അമ്മ കപ്പ നട്ടില്ലേ? ചില കപ്പയുടെ പേര് 6-ാം മാസ കപ്പ. എന്റെ വീട് കുമരകത്ത, നെൽപ്പാടമുണ്ട്. 1285 എന്ന് പറഞ്ഞൊരു വിത്തുണ്ട്. 110 ദിവസമാണ് ഇതിന്റെ വിളയുടെ ദിവസം. D1 എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് വിത്തുണ്ട്. 130 ദിവസം. എന്റെ അപ്പൻ ഇന്ന് വരെ ആമെ വിത്ത് വിതച്ചേച്ച് 60-ാമത്തെ ദിവസം കൊയ്യാൻ പോയിട്ടില്ല. അയ്യോ, 60-ാമത്തെ ദിവസം മഴക്കാറ്, എന്നാ കൊയ്താക്കാന്ന് പറഞ്ഞ് എന്റെ അപ്പൻ ഇന്നു വരെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് കപ്പ നട്ടേച്ച് വിശക്കുന്നെന്ന് പറഞ്ഞ് 6-ാം മാസ കപ്പയുടെ ചോട്ടിൽ 3-ാം മാസം ഇതുവരെ ആരും മാന്തിയിട്ടില്ല. അതിന്റെ കാര്യം എന്താ? അവർക്കറിയാം ജനിതകത്തിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങിയ നിന്റെ ജനിതക സംവിധാനങ്ങളെ ക്യാൻസൽ ചെയ്ത് നല്ല പോലെ ഇന്ന് പകൽ എന്തോ പരിശുദ്ധമോ ചെയ്യുകയാ. മനുഷ്യന്റെ ചിന്തകൾ ബ്രേക്ക് ആകട്ടെ, മനുഷ്യന്റെ വിചാരങ്ങൾ ബ്രേക്ക് ആകട്ടെ. ഹോളി സ്പിരിറ്റ് ഈ പ്രയർ സെന്ററിൽ ചലിക്കുന്ന വിമർശനം കൂടാതെ വിശ്വസിക്കാൻ ഒരാള് ഇതിനകത്ത് എഴുന്നേറ്റാൽ ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. മറിയോട് ദൂതൻ പറഞ്ഞ വാക്ക് ഭയങ്കര സക്സസ് ആണ്. ഞാൻ സാന്നിധ്യത്തിൽ നിന്ന് വരുന്ന ദൂതനാണ്. നോ മോർ ക്വസ്റ്റ്യൻസ്. അവിടെ മറിയ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഞാൻ ആ ഭാഗമൊക്കെ വിശദീകരിക്കാൻ നേരമില്ല. എനിക്ക് ഈ മറിയയുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായത് അടുത്ത ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോകാതെ എലിസബത്തിന്റെ വീട് തപ്പി പ്രാർത്ഥനയ്ക്ക് പോയതാണ്. നിങ്ങൾ കേട്ടില്ല? എന്നാ ഇവിടെ കൂടുന്നത്? അടുത്താണല്ലോ. ചെല്ലു പറയുന്ന ഒരു വാക്ക്, എവിടെയാ കൂടുന്നത്? ഇവിടെ. എന്താ കാര്യം? അടുത്താണല്ലോ. ആരാധിക്കാൻ പോകേണ്ടത് അടുത്തുമല്ല അകലെയുമല്ല, ആത്മാവുള്ളിടത്താ. നിങ്ങൾ കേട്ടില്ല? ചിലർ ചോദിക്കുന്നതാണ്, ആ വീട്ടുകാർക്ക് എന്നത്തിന്റെ വട്ടാന്ന് അറിയത്തില്ല, ഇല്ലാത്ത പെട്രോളും മുടക്കി അവർ പോവുക. അവര് പോകും. കാര്യം, പിള്ളത്തുള്ളുന്ന മറിയയ്ക്ക് പിള്ളത്തുള്ളുന്ന എലിസബത്താണ് നല്ലത്. ഈ തുള്ളുന്നതും തുള്ളാത്തതും കൂടെ ഒരുമിച്ച് കൂടിയ പ്രശ്നമാ. ചില സഭയിലോട് ചെല്ലണം. ഒരച്ചാൻ പറയും മൈക്കിന്റെ ഓളിയും കൂടില്ല, താക്കാൻ പറയും. നേരെ മറ്റേ പുള്ളി പറയും കേൾക്കാൻ മേല, പൊക്കാൻ പറയും. ഈ കൂട്ടിയും കുറച്ച് ആംപ്ലിഫയറിന്റെ ചോട്ടിരിക്കുന്നവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ആയിക്കോട്ടെ, സ്തോത്രം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്താലുണ്ടല്ലോ, ഈ വക പുറലോകത്ത് നടക്കുന്നൊന്നും നമ്മൾ അറിയേല. ഇപ്പൊ ഈ പുതിയ ക്യാമറ വന്നിട്ടുണ്ട്. അപ്പം ഫോട്ടോയ്ക്ക് നമ്മൾ അതിന്റെ ഫ്രെയിം ഓൺ ചെയ്യുമ്പോൾ ഈ ക്യാമറ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ ഫേസ് മാത്രം മതിയോ, ബാക്കി മുഴുവൻ ബ്ലർ ചെയ്യട്ടെ? ആരും ക്യാമറയും കണ്ടിട്ടില്ല, ഫോണും കണ്ടിട്ടില്ല. ഫോണിട്ട് നിങ്ങളുടെ ഫേസ് മാത്രം മതിയോ, ബാക്കി മുഴുവൻ ബ്ലർ ചെയ്യട്ടെ? ഓക്കെ കൊടുത്താലുള്ള പ്രത്യേകം എന്നറിയോ? നമ്മുടെ ഫോട്ടോയുടെ പുറകിൽ 7 കിലോ സ്വർണം കൊണ്ട് വെച്ചാലും അത് കാണാൻ പറ്റുകയില്ല.
ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്നാണെന്നറിയാമോ? ഞാനൊരു രസം പറയാം, നിനക്കത് മനസ്സിലാവുമായിരിക്കും. ഒരിക്കൽ യോഗത്തിനിന്നപ്പോൾ ഞങ്ങളുടെ ഒരച്ഛൻ പറഞ്ഞു, ഓളിയും കൂടുതലാണ് താക്കാൻ പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ ഞാൻ ഓടിച്ചെന്ന് ചോളി ഇച്ചിരൂടെ കൂട്ടി വെച്ച് ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായ അതിനകത്തെ പോരാട്ടം എന്നാന്ന്? അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ അനുസരിക്കുന്നതായി പുള്ളിക്ക് വരുത്തി തീർക്കണം. കാര്യം വീട്ടിലാരും അനുസരിക്കുകയല്ലോ, പാവപ്പെട്ട പാസ്റ്ററിനെ അനുസരിക്കാതിരിക്കാനും പറ്റുകയല്ലോ. ഒരു സ്തോത്രം വായ്പയെങ്കിലും മേടിച്ച് പറ. ആയിക്കോട്ടെ, അല്ലേ? പ്രൈസ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നിങ്ങളിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറി വെച്ചാൽ നമ്മുടെ ആളുകൾ പറയുന്നത് ആ പുള്ളി ന്യൂ ജനറേഷൻ. ഞാനൊരു ന്യൂ ജനറേഷനും അല്ല. PM ഫിലിപ്പ് സാറിന്റെ ചോട്ടിൽ പോയിരുന്ന ദൈവവചനം പഠിച്ചത്. അപ്പച്ചൻ്റെ കൂടെ വർഷങ്ങൾ നടന്ന ജീരകവെള്ളം ഫ്ലാസ്കിനെ നോക്കിച്ചു കൊടുത്തു. നല്ല കെട്ടുകണക്കിന് അപ്പച്ചൻ്റെ വായി നാട്ട് മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കെട്ടുകണക്കിനാട്ട് അതുപോലെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ വേണ്ടാത്ത കൊട്ടയ്ക്കകത്ത് കയറ്റാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ, കൈ ഉയർത്തരുത്, ഹല്ലേലൂയ പറഞ്ഞാൽ. പ്രൈസ് ഗോഡ്. പോട്ടെ, ആമേൻ. മറിയോട് പറയുക, നിന്റെ മേൽ സംഭവിക്കാൻ പോണത് പ്രസൻസിലാണ്. പണ്ടൊരു ദൈവാസം പ്രസംഗിച്ച് പറഞ്ഞു, എനിക്കത് അന്ന് അംഗീകരിക്കാൻ പറ്റിയില്ല. ബൈബിൾ വായിക്കുന്നതിന് ഒന്നുകിൽ ഭ്രാന്ത് വേണം, അല്ലെ അഭിഷേകം വേണമെന്ന്. കാര്യം ഇല്ല, ഇതെങ്ങനെ മനസ്സിലാക്കാൻ? ഒരു വടി നീട്ടിയപ്പോൾ ചെങ്കടൽ മാറി, എങ്ങനെ വിശ്വസിക്കണം? മരുഭൂമിയിൽ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തി, അത് വെന്തുപോയില്ല, എങ്ങനെ വിശ്വസിക്കണം? 8 കിലോമീറ്റർ വീതിയുള്ള വഴി ചെങ്കടലിലുണ്ടായി, യോർദാൻ മാറി, എങ്ങനെ വിശ്വസിക്കണം? കേട്ടോ, ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടായി. ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ എനിക്കറിയാം. ഇത് വിശ്വസിക്കണമെങ്കിൽ അഭിഷേകം വേണം. അതുകൊണ്ടാ പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ, നിനക്ക് ഇപ്പൊ കിട്ടിയ വെളിപ്പാടുണ്ടല്ലോ, അത് മണ്ണിൽ നിന്ന് വാരിയെടുത്തതല്ല, അത് വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ. ഓ ഹല്ലേലൂയ. പോട്ടെ, സമയം പോകുന്നല്ലോ. 1:35 ലൂക്കോസ് എഴുതി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഒരു വിശുദ്ധ പ്രജ. 3:21 എടുക്കണ്ട, ഈ പ്രൊജക്ടറെ നോക്കിയാൽ മതി. കാര്യം നിങ്ങൾ കുനിഞ്ഞ പിന്നെ നിവരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് 3:21. ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്നത് പോലെ നിന്റെ മേൽ ഇറങ്ങും. സാക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിയ ആത്മസാന്നിധ്യം. ലൂക്കോസ് 3:21 ഞാൻ ഈ പറഞ്ഞത്. വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ആമേൻ. ആത്മാവ്, അപ്പൊ സാക്ഷ്യത്തിനായി ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്. 3:21. ഇനി ലൂക്കോസ് എഴുതിയ 4:1, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഈ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് രക്ഷിക്കപ്പെട്ടത്. യേശു അങ്ങനെയായിരുന്നു. എന്നിട്ടും രണ്ടാമത്തെ ലെയർ സാക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി. മൂന്നാമത്തത് ലൂക്കോസ് എഴുതി, യേശു ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസ് 1:35 ആത്മാവ് നിറഞ്ഞവനായെന്ന് എഴുതിയില്ല. ലൂക്കോസ് 3:21 ആത്മനിറവിനെ കുറിച്ച് എഴുതിയില്ല. 4:1 യേശു ആത്മാവ് നിറഞ്ഞു. ഇനി 4:14 12 യേശു ആത്മാവിന്റെ ബലത്തോടെ ഗലീലയിലേക്ക് ചെന്നു. പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇനി ലൂക്കോസ് 11 എഴുതിയിരിക്കുക, അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ എന്നോട് യാചിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം. അപ്പൊ ലൂക്കോസ് എഴുതി തുടങ്ങിയത് യേശുവിനെ കുറിച്ചാണ്. പക്ഷെ പേന അനങ്ങിയാൽ പുറത്തു വരുന്നതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അന്നേ സ്വർഗത്തിലെ തമ്പുരാൻ തീരുമാനിച്ച് കാണും, അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ടേ ഞാൻ എഴുതിക്കത്തുള്ളത്. ഇച്ചൂടെ കയറ്റി പറയാം. ആമേൻ. ലൂക്കോസ് ഒരു ഔട്ടറാണ്. ലൂക്കോസ് ഒരു പ്രവാസിയാണ്. പ്രവാസിയല്ല, പുറത്തുള്ള ആളെന്നാ ഉദ്ദേശിച്ചത്. എന്നിട്ട് പോലും ഈ അകത്ത് നിൽക്കുന്നവരെ കൊണ്ട് എഴുതിക്കാതെ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസിനെ കൊണ്ട് എഴുതിച്ചതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഹോളി സ്പിരിറ്റുമായിട്ട് ബന്ധമില്ലാത്തവനെ കൊണ്ട് അടുത്തൊരു ചരിത്രം എഴുതാൻ പറ്റുകയില്ല. ഓഫായി പോകും. അതിനു മുമ്പ് യേശുവിന്റെ കൂടെ നടന്ന എത്രയോ ആളുകളുണ്ട്. എനിക്കൊന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ
പൗലോസ് ഒരു 17 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. 17 പേരുടെ ലിസ്റ്റ്. ഉപദ്രവിച്ച അലക്സാണ്ടർ മുതൽ, എന്നെ വിട്ടേച്ചു പോയ അലക്സാണ്ടർ മുതൽ, ദോഷം ചെയ്തവർ മുതൽ, ഇവര് ആരെയും ഉപയോഗിക്കാതെ ആമെ പുറത്ത് കിടന്ന ഒരു ലൂക്കോസ് കയറി വന്നിട്ട് ആമെ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ആക്ട്സ്, ഹോളി സ്പിരിറ്റിന്റെ ചലനങ്ങൾ വായിക്കുകയായി മനുഷ്യൻ. ഞാൻ ദൈവമക്കളോട് പറയാം, ആത്മാവുമായി ബന്ധമുള്ളവർക്ക് അടുത്ത ഒരു ചരിത്രമുണ്ട്. ഇല്ലെങ്കിൽ അതെങ്കിലും ഏതെങ്കിലും ഒക്കെ മൂല ചെന്നങ്ങ് തീരത്തേ ഉള്ളൂ. അതിൻ്റെ അടുത്തൊരു മേഖല ആമെ തുറക്കെ പോട്ടെ. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ മനഃപൂർവ്വമായിട്ട് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 1:1. ശ്രീമാനായ തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവിനാൽ കൽപ്പന ലഭിച്ചിട്ട്. അപ്പൊ ഞാൻ ആ വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു വിടാം, വായിപ്പിക്കാൻ നേരെയില്ലാത്തോണ്ട. 1:1 പരിശുദ്ധാത്മാവിനാൽ കൽപ്പന, 1:5 പരിശുദ്ധാത്മാവിനാൽ സ്നാനം, 1:8 പരിശുദ്ധാത്മാവിനാൽ ശക്തി, 1:16 പരിശുദ്ധാത്മാവിനാൽ പ്രവചനം. ഒന്നും മിണ്ടുന്നില്ലല്ലോ കർത്താവേ. 1:1 പരിശുദ്ധാത്മാവിനാൽ കൽപ്പന. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അപേക്ഷയുടെ ആത്മാവല്ല, അധികാരത്തിന്റെ ആത്മാവാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാവോ എന്നല്ല ചോദിച്ചത്, വ്യാപരിക്കുന്നത് അധികാരമാണ്. നടക്ക. ഇന്ന് ഈ 19-ാമത്തെ ദിവസം നിന്നെ അസ്വസ്ഥമാക്കുന്ന ചില മേഖലകളോട് നീ ആത്മാവിൽ കൽപ്പിക്കാൻ പോകുകയാ. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള കമാൻ മഹാപർവതമേ, നീ ആരാ? കൽപ്പിക്കാൻ ഒരു തലമുറ തയ്യാറാകട്ടെ. കൽപ്പിക്കാൻ, ആമേ, പട്ടണത്തോട് കൽപ്പിക്കാൻ, രാജ്യത്തോട് കൽപ്പിക്കാൻ, ആമേ, പ്രതിസന്ധികളെ നോക്കി കൽപ്പിക്കാൻ. അടുത്ത വാക്കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് എൻ്റെ നേരെയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പടപടാന്ന് ഓടിപ്പോകുന്നത്. 1:5 ആത്മാവിനാൽ സ്നാനം. പച്ച മലയാളം ഭാഷയിൽ ആത്മാവിനാൽ നിമജ്ഞനം. വെള്ളത്തിൽ ആകുക, വെള്ളത്തിൽ മുങ്ങുക, വെള്ളത്തിൽ നിന്നെ തന്നെ അമർത്തുക. അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ ഒരു ഭാഗം പറയട്ടെ. ആമേൻ. ഒരു സങ്കീർത്തനം വായിച്ചതാ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. ആമേൻ. അപ്പൊ മാന് നീർത്തോടി പോണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ നീതി എല്ലാവരും കേട്ടിരിക്കണേ. ദൈവത്തിന്റെ നീതി കടിച്ചു കീറുന്ന സിംഹവും വേട്ടയാടുന്ന പുലിയും ഒക്കെ ഉള്ള കാട്ടിൽ തന്നെയാ ദൈവം മാനിന് ജന്മം കൊടുത്തത്. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർക്ക് മാൻ പരാതി കൊടുത്തായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടുമില്ല. കാട്ടി സിംഹമുള്ളതുകൊണ്ട് എന്നെ കാട്ടിൽ നിന്ന് മാറ്റണം, കാട്ടി പുലി ഉള്ളതുകൊണ്ട് എന്നെ കാട്ടിൽ നിന്ന് മാറ്റണം. ഇന്ന് വരെ മാൻ പറഞ്ഞിട്ടില്ല. കാരണം മാൻ അറിയാം, എന്നെ ജനിപ്പിച്ചത് ദൈവമാണെങ്കിൽ ഇവരുടെ ഇടയ്ക്കിട്ട് എന്റെ ദാഹം തീർക്കാൻ ദൈവത്തിന് അറിയാം. നിന്റെ പെരക്ക് ചുറ്റും ദുരാത്മാക്കൾ ആനന്ദ നൃത്തം ചവിട്ടിയാലും അവന്റെ നടുക്കിട്ട് നിന്റെ നിന്റെ സഭയ്ക്ക് ചുറ്റും മന്ത്രവാദികൾ പാർത്താലും അതിന്റെ നടുക്ക് നിന്റെ ദാഹം തീർക്കാൻ നല്ലപോലെ കർത്താവിനെ സ്തുതിക്കാൻ നല്ലപോലെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് ദൈവമക്കൾ. ഹല്ലേലൂയ. അപ്പൊ മാൻ നീർത്തോടിലേക്ക് പോകുന്നു. എന്തിന്? ദാഹം തീർക്കാൻ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മാനും ദാഹിച്ചു മരിച്ചിട്ടില്ല. അവൻ തിരുവല്ലായിൽ എത്ര ദുരാത്മാക്കൾ ഇവിടെ ഉണ്ടേലും അവൻ ദൈവത്തിന്റെ മാനാണ് നീയെങ്കിൽ നിന്റെ ദാഹം തീർക്കാൻ
ഞാൻ ഒന്ന് രണ്ട് വാക്യം പറയാം. ദൈവം മാനു വേണ്ടി ഇടപെടുമോ? ഹല്ലേലൂയ. ആമേൻ. നമുക്കിഷ്ടം ആമേൻ ആനയെ വളർത്തുന്നവരെ ഇഷ്ടമാണ്, ജിറാഫിനെ വളർത്തുന്നവരെ ഇഷ്ടമാണ്, 1000 കിലോ ഉള്ള കാട്ടുപോത്തിനെ വളർത്തുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. 6 മാല് തെളിഞ്ഞ 2 പൂച്ചേനെ വളർത്തുന്നവരെ ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മാനെ കുറിച്ച് ബൈബിൾ എഴുതി 1-2 വാക്ക് പറയാം. ഒന്ന്, യഹോവയുടെ ശബ്ദം. അപ്പോ മാൻ ആരുമില്ലെന്ന് വിചാരിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ പ്രസവ വേദനയാണ്. വൈദ്യശാസ്ത്രം പറയുന്നത് ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന 57 ഡെൽ, 57 യൂണിറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ പെയിൻ എന്ന് പറയുന്നത് 47 യൂണിറ്റ് വേദനയാണ്. എന്റെ ഈശോയെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? 47 യൂണിറ്റ് വേദനയുടെ അപ്പുറത്ത് പോയാൽ മനുഷ്യൻ ഷട്ട് ഡൗൺ ആകും, മനുഷ്യന്റെ ഓർമ്മ പോകും. ബൈക്ക് ചെന്നൊക്കെ കുത്തിക്കേറി വെച്ച് 2 മാസം കഴിഞ്ഞിട്ട് അവന് ബോധം വരുന്നത്. അതുകൊണ്ടാണ് ഒടിവ് മാറിക്കഴിയുമ്പോൾ അവൻ പിന്നെ പോയി കയറുന്നത്, ഷട്ട് ഡൗൺ ആകും. എന്നാൽ ഒരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന 57 യൂണിറ്റ്. ഇന്നു വരെ ഒരു സ്ത്രീയും മക്കളെ പ്രസവിച്ച് ബോധം കേട്ടിട്ടില്ല. പിന്നെ വലുതായി കഴിയുമ്പോൾ അവർ കാണിക്കുന്ന കുരുത്തക്കേട് കാണുമ്പോഴാണ് ബോധം പോകുന്നത്. പ്രസവിക്കുമ്പോൾ ബോധം പോവുകയില്ല. അപ്പൊ ലോകത്തിലെ ഹ്യൂമൻ വേൾഡിലെ ഏറ്റവും വലിയ പെയിൻ ഡെലിവറി പെയിൻ ആണ്. മാനവോക്ക് ദൈവം പറയുകയാ, നിന്റെ ഏറ്റവും വലിയ വേദനയിൽ എന്റെ ശബ്ദം നിന്റെ കൂടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആരുമില്ലല്ലോ. നിന്റെ വേദനയിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഒരുത്തനുമില്ലല്ലോ. കർത്താവ് പറയുകയാ, തിരുവല്ലയിൽ നിന്റെ വേദനയിൽ എന്റെ ശബ്ദം അനുഭവിച്ചിട്ടുള്ള ഒരു കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. സമയം പോകുന്നു, അതെന്നെ വല്ലാതെ വെപ്രാളം പഠിപ്പിക്കുന്നു. ഒന്ന് മാനെ കുറിച്ച് പറഞ്ഞതാ, എന്റെ ശബ്ദം നിനക്ക് നല്ല ഡെലിവറി ഉണ്ടാക്കും. രണ്ടാമത് തമ്പുരാൻ പറയാ, പേടമാന്റെ കാല് പോലെ ഞാൻ നിന്റെ കാലിനെ ആക്കി തരാം. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഏത് പ്രശ്നം വന്നാലും നിന്നു കൊടുക്കാതെ ഓടാനുള്ളൊരു പവർ. നല്ലപോലെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ എത്ര നാളായി നിന്നെ കുടുക്കാൻ പിശാച് നടക്കുക. ശ്രദ്ധിച്ചേ, നോർമലി നിങ്ങൾക്ക് ചോദിക്കാം, എടാ സുഭാഷ് കുമരകമേ, ഓടുന്നത് അഭിഷേകമാണോ? അതെ. പ്രതികരിക്കാനല്ല കൃപ വേണ്ടത്, പ്രതികരിക്കാതിരിക്കാനാ കൃപ വേണ്ടത്. ഓടുന്നത് അഭിഷേകമാണോ? പുസ്തകത്തിൽ നിന്ന് തെളിയിക്കാം. ശൗൽ ഓടിച്ചു, ദാവീദ് ഓടി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദാവീദിന് പേടിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നല്ല കളിയായി. BSNL ടവർ പോലെ നിന്ന ഒരുത്തനെ ഒറ്റയേറിനെ മലർത്തിയതായി പുള്ളി. ഈ പുള്ളിക്ക് ആ പേടി. എന്നെങ്കിലും ഒന്ന് പറയുന്നേ. അലറി വന്നൊരു സിംഹത്തെ പഴന്തുണി കീറുന്ന പോലെ കീറി ഇട്ടേച്ചു പോയ മനുഷ്യനായി പുള്ളി. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കട്ടെ, നിങ്ങളുടെ നേരെ സിംഹമൊന്നും വരണ്ട, ഒരു പൂച്ച ഇങ്ങനെ വാലും ഇങ്ങനെ മേളിലോട്ട് പിടിച്ചു ഒരു ചീറ്റിയാൽ ചാടിക്കാട്ടിൽ കയറും നമ്മൾ. അത്രേ ഉള്ളൂ. സമ്മതിക്കാൻ ബുദ്ധിമുട്ട് കാണും, എന്നാലും അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് കുറേ നേരം ചിരിച്ചു. ഒരു ഭാര്യ അടുക്കളയിൽ കിടന്ന് ഭയങ്കര നിലവിളിച്ച് കാറുക, ഭർത്താവിൻ്റെ പേരും വിളിച്ചോണ്ട്. ഭർത്താവ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഭാര്യ പേടിച്ച് നിൽക്കുക. എന്നറിയോ? ഒരു പാറ്റ അടുക്കളയിൽ, ഒരു പാറ്റ. എനിക്ക് അതൊന്നുമല്ല, ചിരി വന്നതൊന്നുമല്ല. ഈ പുള്ളി ആ പാറ്റായുടെ മീശയ്ക്ക് പിടിച്ചു പാറ്റായോട് ചോദിക്കുക, ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ? കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവളെ ഒന്ന് പേടിപ്പിക്കാൻ പുള്ളി കിടന്ന് കഷ്ടപ്പെടുക, ഇന്ന് വരെ നടന്നിട്ടില്ല. ഞാനൊരു സത്യമാണ് പറഞ്ഞത്.
നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിന്റെ കാലുകൾക്ക് വേഗത തരാനും നിനക്ക് ധൈര്യം തരാനും നിന്റെ കൂടെയുണ്ട്. ഓടുന്നത് അഭിഷേകമാണോ? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? ദാവീദ് ഓടി, ശൗൽ ഓടിച്ചു. ഒന്നുകൂടെ പറയാം, ദാവീദ് ഓടി, ശൗൽ ഓടിച്ചു. ലോകം മുഴുവൻ പറയും ഓടുന്നവൻ പേടിത്തൊണ്ടൻ, ഓടിക്കുന്നവൻ ധൈര്യശാലി. പക്ഷേ ദാവീദിനോട് ഞാൻ ചോദിക്കുന്നു, ദാവീദേ, നീ ഓടുന്നത് അഭിഷേകമാണോ? ദാവീദ് പറയും, ഞാൻ ഓടുന്നത് അഭിഷേകമാണ്. ഞാൻ ദാവീദിനോട് ചോദിച്ചു, നിന്നെ ഓടിക്കുന്ന ഒരാളെ കണ്ടോ? ദാവീദ് പറഞ്ഞു, നിങ്ങൾ അവനെയും കൂടെ കാണുമ്പോഴാ, പുറകോട്ട് നോക്കിയാലേ, എനിക്ക് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വരാനും പറ്റത്തില്ല, എനിക്കൊരു വെപ്രാളം എടുക്കുന്നുണ്ട്. ഈ പുറകോട്ട് നോക്കിയപ്പോഴല്ലേ ഗോലിയാത്തിനെ കണ്ടത്? ഹലോ, പുറകോട്ട് നോക്കിയപ്പോഴല്ലേ ഗോലിയാത്തിനെ കണ്ടത്? ദാവീദിനോട് ഞാൻ ചോദിക്കുന്നു, നീ പുറകോട്ട് നോക്കിയോ? ദാവീദ് പറഞ്ഞു, ഇല്ല. നീ പിന്നെ എങ്ങോട്ട് നോക്കിയാ ഓടുന്നത്? ദാവീദ് പറഞ്ഞു, കേൾക്കണം, ഇസ്രായേലിൽ എനിക്ക് വേണ്ടി വിരിച്ചിട്ടിരിക്കുന്ന ഒരു കസേര കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഓടുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ ഗോലിയാത്തിനെ കുറിച്ച് പറയും, വേറെ 10 പേര് സിംഹാസനത്തെ കുറിച്ച് പറയും. അവിടെ ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, പുറകോട്ട് നോക്കുന്നവർ ഗോലിയാത്തിനെ കാണും, മുൻപോട്ട് നോക്കുന്നവർ അയ്യോ നല്ലപോലെ ഒന്ന് ആരാധിച്ച കർത്താവിനെ. ആമേൻ. ഒരു വാക്കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദാവീദേ, നിന്നെ ശൗൽ ഓടിക്കുന്നുണ്ട്, അറിഞ്ഞായിരുന്നോ? ദാവീദ് പറയും, ശൗൽ എന്നെ ഓടിക്കുന്നുണ്ട്, അവൻ ഗിൽബോവ വരെ എന്റെ പുറകെ വരത്തുള്ളൂ. ഞാൻ ഓടുന്നുണ്ട്, ഞാൻ കസേര സിംഹാസനം വരെ ഓടും. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? 2025 ഏപ്രിൽ മാസം ഈ ഉപവാസത്തിൽ നിങ്ങളോട് പറയാൻ ദൈവത്തിന്റെ ദൂതുണ്ട്. ഇന്നലെ വരെ നിങ്ങളെ ഓടിച്ചത് ഇനി അധികകാലം നിങ്ങളുടെ പുറകെ കാണുകയില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക. അവൻ എടുത്ത വാളെ തന്നെ അവൻ വീഴും, അവൻ എടുത്ത കത്തിയെ തന്നെ. ശക്തമായിട്ടൊന്ന് ആരാധിച്ച് ആ ഗോലിയാത്ത്, ആ ശൗല് അധിക കാലം നിങ്ങളുടെ പുറകിൽ കാണില്ല. വിട്ടേര്, ഞാൻ ആ ഭാഗം വിടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ശക്തി, പരിശുദ്ധാത്മാവിനാൽ പ്രോഫസി. അധ്യായം 1 പറയേണ്ട 2 കാര്യം. ഇതിങ്ങനെ പോയ എവിടെ എത്തുമെന്ന് അറിയത്തില്ല, സമയത്ത് നിർത്തുകയും ചെയ്യണമല്ലോ. യേശുവിന്റെ സ്വർഗാരോഹണമാണ് 1-ാം അധ്യായം. തിരഞ്ഞെടുത്തത് ഒലിവുമലയാണ്. ഞാൻ യേശുവിനോട് ചോദിച്ചു, എന്തിനാ സ്വർഗാരോഹണത്തിന് ഒലിവുമല തിരഞ്ഞെടുത്തത്? മറുപടി, എൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും എൻ്റെ കണ്ണുനീര് വീണതും ഇവിടെയാണ്. ഒന്നുകൂടെ പറയട്ടെ, എവിടെ ഇരുന്നാണോ നീ പ്രാർത്ഥിച്ചത്, എവിടെയാണോ നിന്റെ കണ്ണുനീർ വീണത്, അവിടെ നിന്നാണ് ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത്. തിരുവല്ലായിൽ അപമാനിക്കപ്പെട്ടവനെ കോയമ്പത്തൂർ കൊണ്ട് മാനിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, ഒന്ന് ആർത്ത് വിളിച്ചൊരാളെ പറ. എവിടെയാ നീ നിന്ന് അനുഭവിച്ചത്, അവിടെ തന്നെ നിന്നെ മാനിക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ സംഭവിച്ചതല്ല, ദൈവത്തിന്റെ പദ്ധതികൾ ഇതിന്റെ പുറകിലുണ്ട്. ആമേ. ഒരു വാക്കൂടെ പറയാം. ഈ നമ്മള് ഉറക്കം തൂങ്ങി എന്ന് വായിക്കുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. അതെന്നാ ഉറക്കം തൂങ്ങി എന്ന് വായിക്കുന്നത്? ആണ്ടർദൈവത്തിന് അന്ന് 11:45 അത് വായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നില്ല, ഇങ്ങനെ ആടി ആടി നിന്നുണ്ട്, എടുത്തപ്പം കയറാത്ത തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ദിവസം ഒന്നും സാധിക്കുകയില്ല, എങ്കിലും തീരുമാനം എടുക്കുവന്ന്. ആ സങ്കീർത്തനകത്ത് ഒരു സീഹോനെ കുറിച്ചും ഓഗിനെ കുറിച്ചും ഒക്കെ വായിച്ചു ഓർക്കുന്നുണ്ടോ? സീഹോനെയും ഓഗിനെയും ഇസ്രായേൽ മക്കള് സീഹോന്റെ മണ്ണിൽ കൂടെ കയറിപ്പോകാൻ വേണ്ടിയിട്ട് അലവ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്നാന്നറിയോ? അതിലെ കയറിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് പ്രത്യേകത ഉണ്ട്, ദൈവത്തിന് മര്യാദയുടെ ഭാഷയുണ്ട്. ദൈവത്തിന് മര്യാദയുടെ, ബാക്കി ഞാൻ പറയുന്നില്ല. കാര്യം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷൻ എന്തിനാ ക്രൗര്യത്തെ കുറിച്ച് പ്രസംഗിച്ചെന്ന് പറഞ്ഞ് വെറുതെ ഞാൻ എന്തിനാ മനുഷ്യന്റെ വായിരിക്കുന്നത് കേൾക്കുന്നത്? ബാക്കി നിങ്ങൾക്ക് ബോധമുണ്ടല്ലോ, ഊഹിക്കാമല്ലോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ
മണ്ണിൽ കൂടെ കയറിപ്പോകണം. സീഹോൻ പറഞ്ഞു എൻ്റെ അതിരെ കയറരുത്. എന്നിട്ട് ഇസ്രായേൽ മക്കൾ കുറച്ചുകൂടെ വിനയപ്പെട്ടു പറഞ്ഞു, മുന്തിരിക്കൊല പറിച്ചാൽ കാശ് തരാം, മാതളപ്പഴം പറിച്ചാൽ കാശ് തരാം, വെള്ളം കുടിച്ചാൽ കാശ് തരാം, നിന്റെ അതിരെ വന്നിച്ച് കാല് തട്ടിയിട്ടേച്ച് പൊടി പോലും കൊണ്ടുപോകുകയില്ല, ഈ അക്കട പൊടി പോലും ഞങ്ങൾക്ക് വേണ്ട. അന്നേരം സീഹോൻ പറഞ്ഞു, ഒരു എഗ്രിമെന്റും വേണ്ട, എൻ്റെ അതിരെ കയറിയാൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ പിള്ളേരോട് ദൈവം പറഞ്ഞു, എന്നാ പിന്നെ മക്കൾ വെട്ടിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഇവരുടെ വാളെടുത്ത്, ഈ യഹൂദന്റെ പ്രത്യേകത, ആമേൻ, അവന്റെ നോർമൽ തൂക്കം തുടങ്ങുന്നത് തന്നെ 80 എന്നാണ്. കാര്യം അവന്റെ അസ്ഥിക്ക് ഭയങ്കര പവറാ. തെളിവ് സമയമില്ലാത്തതുകൊണ്ടാ. പകല് മുഴുവൻ യുദ്ധം ചെയ്തപ്പോഴാ യോശുവ പറഞ്ഞത്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറയുമ്പോൾ ഒരു രാത്രിയും കൂടെ യുദ്ധം ചെയ്യേണ്ടി വന്നു. മടുത്തോ? 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ യോഗത്തിന് ഇരിക്കുന്ന കണ്ടാലേ അറിയാം. ഇപ്പൊ ആശീർവാദം പറഞ്ഞില്ലേ ആംബുലൻസ് വരണം. 1 മിനിറ്റ് മുൻപോട്ട് പോയാൽ ദൈവദാസന് മാനന്തവാടിയിലേക്ക് സ്ഥലമാറ്റം കൊടുക്കുന്ന ആളുകളുണ്ട്. രക്തത്താൽ പിന്നെ ഒരു ജയം വേണ്ടേ അതിനിടയ്ക്ക്? ഹല്ലേലൂയ. പിള്ളേർ വെട്ടി ചെല്ലുമ്പോൾ പെട്ടെന്ന് പറയാം, ഈ സീഹോന്റെ മണ്ണില് ഒരു ബൗണ്ടറിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുക. എന്നിട്ട് ഇസ്രായേലിലെ പിള്ളേരോട് പറയാ, ഈ വരയുടെ ഇപ്പുറത്ത് ചോര വീടരുത്. സീഹോന്റെ മണ്ണാണ്. ഇസ്രായേലിലെ പിള്ളേർ പറഞ്ഞു, മാറിക്കോ, ദൂതനാണെങ്കിലും വെട്ടി പൊളിച്ചു കളയെന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞ അടിച്ചതിന്റെ ചെവിക്കന്നെ ഞാൻ പറയും. തമ്പുരാനാ പറഞ്ഞത് ഇപ്പുറത്ത് ചോര വീടരുതെന്ന്. വീഴിച്ചില്ല. അവിടെ കൊണ്ട് യുദ്ധം ബ്രേക്ക് വെച്ചു. ഞാൻ ആ പ്രോപ്പർട്ടി ഏതാന്ന് നോക്കി ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ആ സ്ഥലം ഏതാണെന്നറിയോ? യാബോക്ക്. ഞാനൊരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ട തിരുവല്ല സഭയോട് പറയട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുനീര് വീണെടുത്ത് അനർത്ഥത്തിന്റെ ചോര വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. നല്ലപോലെ നിന്റെ തലമുറയുടെ മേളിൽ കണ്ണുനീര് വീണിട്ടുണ്ടോ? നിന്റെ ചർച്ചിനകത്ത് പിതാവേ മാതാവേ നിന്റെ കണ്ണുനീര് യേശു സ്വർഗാരോഹണം ചെയ്ത ഒലിവുമല. രണ്ടാമത്തെ കാര്യം, ദാവീദ് തലയിൽ തുണിയിട്ടുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറിയെന്ന് വായിച്ചിട്ടുണ്ടല്ലോ. ബൈബിളിലെ യേശുവിന്റെ പിതൃസ്ഥാനി ആരാ? ദാവീദാ. ബൈബിൾ പറയുന്നു ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. അങ്ങനെയാണ് ഞാൻ ഒരു ദൂത് പറയട്ടെ. അപ്പൻ തലയിൽ തുണിയിട്ടുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ അപമാനിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് തലമുറയുടെ ദൈവം ഉയർത്തുന്നത്. ഞാൻ തിരുവല്ലയുടെ ഒരു ദൂത് പറയാം. പിതാക്കന്മാര് മുടിഞ്ഞടത്തുന്ന ചില തലമുറകളെ ദൈവം മാനിക്കാൻ പോകയാ. എന്റെ ദൈവമേ, ഒന്ന് നല്ല പോലെ കൈയടിച്ച് പിതാക്കന്മാര് തകർന്നെടുത്തുന്ന വിട്ടേര്. അടുത്ത ദൂതിലേക്ക് പോകാം. യേശു സ്വർഗാരോഹണം ചെയ്തു. ആകാശത്തിന്റെ വെള്ളിമേഘങ്ങളിൽ പുതച്ച യേശു പിതാവിന്റെ അടുക്കലേക്ക് കയറി. മലയടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന 120 പേര് മാളിക മുറിക്കകത്തോട്ട് കയറി. മാളിക മുറിക്കകത്തോട്ട് കയറിയപ്പോ ശിഷ്യന്മാർക്കൊരു വേദന. കാര്യം ഇതിനു മുമ്പ് പെസഹായ്ക്ക് കയറിയത് 13 പേര്, ഇറങ്ങിയത് 12 പേര്. യൂദ അവിടുന്നാണ് മിസ്സാകുന്നത്, നഷ്ടപ്പെടുന്നത്. ആ നഷ്ടഭാരത്തോടു കൂടിയാ അവര് മാളിക മുറിക്കകത്ത് കയറുന്നത്. ദൈവം ചെയ്ത് കേൾക്കണോ? ഇറങ്ങിപ്പോയ യൂദാമാരുടെ നഷ്ടം നികത്താൻ പരിശുദ്ധാത്മാവ് അവരുടെ നടുക്കിറങ്ങുകയാ. ആരോടൊക്കെയോ ദൈവം പറയുകയാ, നിന്റെ നഷ്ടങ്ങളെ നികത്താൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന്. നിന്റെ നഷ്ടത്തെ നികത്താൻ ഒരു വാക്ക് കൂടെ പറയാം. ഒരു യൂദ ഇറങ്ങിപ്പോയാൽ 3000 പേരെ അവിടെ ഫില്ല് ചെയ്യാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. എത്ര പേര് ആ ദൂത് വിശ്വസിക്കുന്നുണ്ട്? ഒരു യൂദ ഇറങ്ങിപ്പോയാൽ 3000 പേരെ അവിടെ ഫില്ല് ചെയ്യാൻ. പോട്ടെ, 1-ാം അധ്യായം വിട്ടു. മത്തിയാസിന്റെ സെലക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ആവേശമുള്ള ദൂതുകളാണ്. എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. മത്തിയാസിന്റെ സെലക്ഷൻ. വള്ളത്തെ കയറ്റിയില്ല. 12 കൊട്ട അപ്പത്തിനകത്ത് 1 കൊട്ട അപ്പവും കിട്ടിയില്ല മത്തിയാസ്. പക്ഷേ തമ്പുരാൻ പറയുക,
അവിടെ ശിഷ്യന്മാർ പറഞ്ഞ് വാക്കോർക്കുന്നുണ്ടോ? ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ. ഞാൻ ദൈവമക്കളൊരു കാര്യം പറയും, ഒരു സീസൺ മുഴുവൻ അവഗണിക്കപ്പെട്ടാലും അടുത്തൊരു സീസണിൽ നിനക്ക് കുറി വീഴും. ഒരു സീസണിൽ നിന്നെ അവോയ്ഡ് ചെയ്താൽ അടുത്തൊരു സീസൺ നിനക്ക് കുറി വീഴുന്ന സമയമുണ്ട്. യോസഫേ, നിന്നെ കുഴിയിലിട്ട ചേട്ടന്മാര് നിന്നോട് യാചിക്കുന്ന ഒരു സീസൺ ഉണ്ട്. വിട്ടേ. ഇനി അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു പുസ്തകമാണ്. ഹോളി സ്പിരിറ്റിന്റെ അപാരമായ മൂവ്മെന്റുകൾ. സമയം കണ്ടില്ലേ, വല്ലാതെ പോയല്ലോ. ഞാൻ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് തത്രപ്പെട്ട് ഓടിയെത്തിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്? റൈറ്റ്, താങ്ക് യു. 1-ാമത്തെ അധ്യായം അവർ സംഘമായി കൂടിയിരുന്നു എന്നാ. ശരിയാണോ? അപ്പൊ യേശുവിന് അമ്മ മറിയ സംഘത്തിൽ, പത്രോസ് സംഘത്തിൽ, യാക്കോബ് സംഘത്തിൽ, ബർത്തലോമായി സംഘത്തിൽ. 1-ാം അധ്യായം ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. ഒന്ന് പറയുന്നേ, സംഘം. അപ്പോ സംഘം എന്ന് പറഞ്ഞ ആൾക്കൂട്ടോ. 1-ാം അധ്യായത്തിലെ സംഘം 2-ാം അധ്യായത്തിലെ സഭയാണ്. ഒന്നുകൂടെ, 1-ാം അധ്യായത്തിലെ സംഘം 2-ാം അധ്യായത്തിലെ സഭയാണ്. സംഘം സഭയാക്കാൻ എന്ത് ചെയ്യണം? വലിയ ബോർഡ് വെക്കണം. സംഘം സഭയാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നമ്മുടെ നടുക്കിറങ്ങണം. ആത്മാവിറങ്ങാത്തതെല്ലാം സംഘം, ആത്മാവിറങ്ങുന്നത് സഭ. ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ എൻ്റെ മനോധർമ്മത്തിലൊരു കാര്യം പറയാം. ആരേത് സഭയെ കൂടിയാലും, IPCയോ ചഷകൂടോ ഷാരോണോ AGയോ ന്യൂ ഇന്ത്യയോ ഈവനിങ് ലൈറ്റോ മോർണിംഗ് സ്റ്റാറോ, എല്ലാ സഭകളുടെ പേരാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപദേശിമാർ 5 എണ്ണം ഉള്ളത്. 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്ര സഭ. ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട സ്വതന്ത്രൻ ആരാന്നല്ലേ? വെറുതെ വിട്ടേക്കണേ, വണ്ടിയിൽ വിളിക്കരുതേ. ഹല്ലേലൂയ. സംഘസഭയാകാൻ എന്നാ ചെയ്യണം? ഞാൻ കൂടെ പറയാം. IPC 40 അടി പൊക്കോ 60 അടി വീതിയുള്ള ബോർഡും വെച്ചേച്ച് ഇതിനകത്ത് 100 പേര് വന്ന് മെഴുകു പ്രതിമ പോലെ ആത്മാവില്ലാതെ കിഴക്കോട്ട് നോക്കിയിരുന്നാൽ ആ പേര് ബോർഡിൽ അവസാനിക്കും. ഇത് സഭയല്ല. ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന 7-ാമത്തെ സഭയാണ്. നേരത്തെ സഭയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി എപ്പോഴും വന്നിച്ച് ഇങ്ങനെ ആരാനടക്കും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും. ഇങ്ങനെ കണ്ടിട്ട് ഇവർ താളം കാണിക്കുന്നത്, ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും. അന്നേരം എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മുടെ അവറാച്ചാൻ എന്നാ ഈ കൈകൊണ്ട് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ആയിക്കോളാനാണ്, നിങ്ങളൊക്കെ ആയിക്കോളാൻ. അപ്പൊ ഞാനിങ്ങനെ കാണിച്ചോളാം. ആ ടൈപ്പ് സഭയിലില്ല. ഫുട്ബോൾ കളി നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടീമിൽ 11 പേരാ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ 2 ടീമിലൂടെ 22 പേര്. 2 ടീമിന് ഓരോ ജേഴ്സി, ഒരാൾക്ക് നീലയാണെങ്കിൽ വേറൊരാൾക്ക് ചുവപ്പ്. ഈ 2 ജേഴ്സി ഇല്ലാത്ത ഒരു ചേട്ടൻ അതിനകത്ത് കാണും. ആരാ? റെഫറി. സത്യത്തിൽ ഈ കളിക്കാരെക്കാൾ കൂടുതൽ പുള്ളി ഓടുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ പുള്ളി ഒരു ബോളായിട്ട് തട്ടത്തുമില്ല. നിങ്ങൾ കേട്ടില്ല? പുള്ളി ഇതിനകത്ത് കിടന്ന് ഭയങ്കര ഓട്ടം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേ വേണ്ട, ഒന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുമെങ്കിലും ചെയ്യും. ഓക്സിജന്റെ ലെവൽ താന്ന് ചത്തുപോകണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. ഈ പുള്ളി 1.5 മണിക്കൂറിനകത്ത് കിടന്ന് ഓടിയാൽ ഒരു ബോളെ തട്ടുകയില്ല. പിന്നെ ഈ പുള്ളിയുടെ ജോലി എന്നറിയോ? ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ച അന്നേരം പുള്ളി പീസിലടിക്കും. അവറാച്ചാൻ തെറ്റി, തോമാച്ചാൻ തെറ്റി, അന്നമ്മ തെറ്റി, ചിന്നമ്മ തെറ്റി. ഈ പുള്ളിയുടെ ഡ്യൂട്ടി എന്നറിയോ? കുരുത്തക്കേട് കണ്ടുപിടിച്ച് കിടക്കുക. എനിക്കറിയാം നിങ്ങളുടെ സ്വോത്രം പോകുന്നു, എനിക്കറിയാം. എന്നാലും 3-ാമത്തെ പോയിന്റ് നല്ലതായിരുന്നു. ആരാ ഇയാളെ വിളിച്ചത് പോയിന്റിന്റെ കണക്ക് പറയാൻ? വേണ്ടവർ വലിച്ചെടുക്കട്ടെ. നിങ്ങളെന്തിനാ പോയിന്റ് കയറി തൊടുന്നത്? ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിന്നെ വിളിച്ചത് വിമർശിക്കാനല്ല, വിശ്വസിക്കാനാണ്.
നല്ലപോലെ ആ കൈ ഒന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? രണ്ട് ചെടി അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. രണ്ട് ചെടിക്ക് നല്ല പൂ ഉണ്ടാകുന്നു. നല്ല പൂ ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്നു വൗ എന്ന് പറയുന്നു. ഈ വൗ കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, അടുത്ത മാസം വൗ ഇല്ല. അതിന്റെ കാര്യം, ഈ പൂ താഴെ പോവും. പ്ലാസ്റ്റിക് പൂവൊക്കെയാണ് ഈ ഒത്തിരി നാൾ നിൽക്കുന്നത്. ഒറിജിനലൊക്കെ താഴെ വീടും. കേട്ടില്ല? അപ്പൊ ഈ ആരെങ്കിലും വൗ പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആ വൗ ഒത്തിരി നാളില്ല. അങ്ങനെ മനസ്സിനകത്തൊന്ന് സെറ്റ് ചെയ്താൽ നാളെ അവര് കുരുത്തക്കേട് പറയുമ്പോൾ വിഷമം വരികയില്ല. ഇനി രണ്ട് ചെടിയുടെയും പൂ താഴെ പോയി. ഒരു ചെടിക്ക് ഡിപ്രഷൻ, ഒരു ചെടിക്ക് ആൻസൈറ്റി, ഒരു ചെടിക്ക് അസ്വസ്ഥത, ഉറക്കമില്ലായ്മ. ഒരാൾ എന്ന് വെച്ചാൽ ചെടിയോട് ചോദിച്ചു, ദൈവമേ സമയം പോയില്ല കർത്താവേ, നിനക്ക് എന്നെ അസ്വസ്ഥത പറഞ്ഞ എൻ്റെ പൂ താഴെ പോയെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചെടിയുടെയും പൂ താഴെ പോയി. ആ ചെടി നല്ല ആക്റ്റീവാ. ആ ചെടിയോട് ചോദിച്ചു, നിനക്ക് എന്നാ ഡിപ്രഷൻ ഇല്ലാത്ത? ചെടിയുടെ മറുപടി, ഞാൻ അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, പെന്തിക്കോസുകാരുടെ 90% വേദനകളും നമ്മൾ വലിച്ചു വെക്കുന്നതാണ്. ചിന്ത മാറ്റിവിട്ടേ. ഒറ്റ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. മെലിത്ത ദ്വീപ് വെച്ച് പൗലൂസിനെ പാമ്പ് കടിച്ചു. പെട്ടെന്ന് പാമ്പ് സുഭാഷ് കുമരകത്തിന്റെ ഫോൺ നമ്പർ എടുത്തേച്ച് വിളിച്ചു എന്നെ. എൻ്റെ ദൈവം, ഇത് ബൈബിളിലില്ലേ? ഉദാഹരണം പറയുവാണ്. സുഭാഷ്, എന്നെ മെലീത്തയിൽ വെച്ച് മാൾട്ട വെച്ച് പാമ്പ് കടിച്ചു, എനിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് പറഞ്ഞ നോർമലി ഒരു പ്രാർത്ഥനയാണ്. രണ്ട് അന്യഭാഷ പറഞ്ഞു, എൻ്റെ ദാസനെ, നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില നാഗശക്തിയുടെ പോരുണ്ട്. കാര്യം പാമ്പല്ലേ കടിച്ചത്. ഇനി നാഗശക്തി എന്ന് പറഞ്ഞിട്ട് എറിച്ചില്ലെങ്കിൽ എഴഞ്ഞു വരുന്ന, ഫണം വിരിക്കുന്ന, ചീറ്റുന്ന, പടം പൊഴിക്കുന്ന, ഇതൊക്കെ പറയുമ്പോൾ നോർമലി ഒരുത്തും ചാടി കസേര കയറാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാലോ ഇതൊക്കെ മൂപ്പിക്കാൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വരും. പൗലൂസ് എന്നോട് പറയാ, എടാ ഇട്ടേച്ച് പോയി വേറെ വല്ല പണി നോക്കടാന്ന്. ഇങ്ങനെ 4 പേര് പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ കേട്ടില്ല? ഞാൻ ഈ പറഞ്ഞ വാക്ക് പ്രവചനത്തെ തുച്ഛീകരിക്കാനാണോ? അല്ല. പ്രവചിക്കണമെങ്കിൽ റെവലേഷനിൽ നിന്ന് പ്രവചിക്കണം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അങ്കിളെ എന്റെ പ്രവചനം ഏറ്റില്ലേ? പൗലോസ് പറഞ്ഞു, എന്റെ പൊന്നു സുഭാഷേ, നിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു നീ പ്രവചിക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധമ ചിന്തകളെ അലമാരിക്കകത്ത് അടുക്കിയവൻ പാടിയാലും പ്രസംഗിച്ചാലും അതേ പുറത്തു വരൂ. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ പൗലൂസ് പറ, ഈ പാമ്പ് എന്താ? ദേവദാസനെ, പൗലൂസ് പറഞ്ഞ മറുപടി കേൾക്കണം. എന്നെ കടിച്ച പാമ്പ് നാഗശക്തിയുടെ പോരാട്ടമല്ല, പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. കണ്ടോ സംഭവം തിരിഞ്ഞത്? കണ്ടോ? ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം ശാപമല്ല, അത് പുതിയ ഡോറാണ്. ഈ അല്ലെലിയ പോരപ്പാ. നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം അടുത്ത ഡോറാ, ശാപമല്ല. നല്ലപോലെ ഒന്ന് കൈയടിച്ച് ആത്മാവിൽ, അത് പുതിയ ഡോറാണ്. പ്രയർ IPC പ്രയർ സെന്ററിന് വേണ്ടി എ ന്യൂ ഡോർ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി. വിശ്വസിച്ചാരാധിക്ക്. നിന്റെ തല കൈവെക്കണ്ട. നീ നേരിടുന്ന പ്രോബ്ലം ഒരു പുതിയ ഡോർ. ഒരു വാക്കൂടെ പറഞ്ഞേക്കാം, സമയം പോകുന്നോണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടുന്നത്. ആമേ. മെലിത്ത ദ്വീപിൽ വെച്ച് ഇന്നു വരെ ആരെ പാമ്പ് കടിച്ചിട്ടുണ്ടോ? കടിയേറ്റവൻ ചത്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, പാമ്പ് ജീവനോടെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ പാമ്പിന്റെ കുഴപ്പം, ഇന്ന് വരെ നിയോഗമുള്ളവനെ കടിച്ചില്ല. ഇന്ന് വരെ നിയോഗമുള്ളവനെ കടിച്ചില്ല. നിയോഗമുള്ളവനെ കടിച്ചാൽ അവൻ അവിടെ നിൽക്കും, പാമ്പ് ചാകും. അഭിഷേകമുള്ളവനെ കടിച്ചാൽ നല്ലപോലെ ആരാധിക്കുക. ആമേൻ. നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് നിന്റെ അവസാനമല്ല, അത് പ്രോബ്ലത്തിന്റെ അവസാനമാ.
ഇനി അതൊക്കെ വിശദീകരിക്കാൻ പോയാ എങ്ങനെ എത്തേലത്തോണ്ട. ഈ കുലപാതകൻ എന്ന് വിളിക്കുമ്പോ തളർന്നു പോകാതിരിക്കാമെങ്കിൽ ദേവൻ എന്ന വിളി കേൾക്കാം. ഇനിയൊരു വലിയ പ്രശ്നം അറിയാം, ഈ കുലപാതകൻ എന്ന് വിളിക്കുന്നതിൻ്റെയും ദേവൻ എന്ന് വിളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു ടൈമുണ്ട്. ഈ ടൈമിനെ നീ മാനേജ് ചെയ്യണം. ശ്രദ്ധിച്ച് ഓ നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, കേട്ടിട്ടില്ലേ പാട്ട്? നീ കൂടെയുണ്ടെന്നാകിൽ ഇല്ലോരു ചഞ്ചലവും. എന്റെ ദൈവമേ, നിങ്ങൾ എന്നാ മനുഷ്യരാ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലോരു ചഞ്ചലവും. സാധുവിനിന്നീ മണ്ണിൽ, ഇവിടെ വന്നല്ലോ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലോരു ചഞ്ചലവും. സാധുവിനെന്നും മണ്ണിൽ നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലോരു ചഞ്ചലവും. അവരിന്ന് പാടി നോക്കിയ നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, പഠിക്കേ, നീ കൂടെ ഉണ്ടെന്നാകിൽ ഇല്ലോരു ചഞ്ചലവും. ഒന്ന് ചേർന്ന് പാടി നോക്കിയ യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക്, പഠിക്ക പോലെ, ഇല്ലോരു ചഞ്ചലവും. സാധുവിനെന്നും സമയം പഠിക്ക. യേശുവേ നീ കൂടവേ ചഞ്ചലവും. സാധുവിനിന്നും മണ്ണിൽ. കൈവെത്തി പഠിക്കേ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലോരു ചഞ്ചലവും. സാധുവിനെന്നും മണ്ണിൽ ഓ നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ, നീ കൂടെയുണ്ടെന്നാകിൽ ഇല്ലോരു ചഞ്ചലവും. ഒന്നുകൂടെ പഠിക്കേ. കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് അതെങ്ങനെയാന്ന് പറ. എല്ലാ ഭിത്തിയിലും ക്ലോക്ക് ഇരിക്കും, എങ്ങോട്ട് നോക്കിയാലും പോരാട്ടം.
എല്ലായിടത്തും ബ്ലോക്ക് ഇരിക്കും. എനിക്ക് കോവിഡ് വന്നിട്ട് എനിക്ക് വൈഫിന് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ആദ്യത്തെ കോവിഡ് മറ്റേ ഡെൽറ്റ വന്നാൽ ചത്തുപോകുന്ന സാധനം. ഞാൻ പൗരുഷനിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്ക് കോവിഡുണ്ട്. 13-14 മിനിറ്റ് KC1 സാർ വട്ട മുറിക്കകത്ത് കയറുന്ന ഞാൻ വർത്താനം പറയുമ്പോഴും എനിക്ക് കോവിഡുണ്ട്. സ്റ്റുഡിയോയിൽ കയറുമ്പോഴും എനിക്ക് കോവിഡുണ്ട്. അന്ന് ഓടി വന്നച്ച് പ്രിൻസ് ചാൻ എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴും എനിക്ക് കോവിഡുണ്ട്. അതല്ലെങ്കിൽ ഈ കോവിഡ് ഉള്ളപ്പോൾ ഇല്ലാത്ത സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. പ്രിൻസ് ചാൻ്റെ കാര്യമല്ല, പൊതുവെ പിന്നെ കെട്ടിപ്പിടിയുടെ കൈകളിയാണ്. ഞാൻ കോവിഡ് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി പവർ വിഷൻ എങ്ങാനും അടഞ്ഞു പോകുമെന്നുള്ളതായിരുന്നു. ഏതായാലും ദൈവത്തിൻ്റെ കരുണയാൽ ഇനി അത് പറഞ്ഞ് ഞാനാക്കിയത് വരുത്തരുത് കേട്ടോ. നിന്റെ ഇരിപ്പ് കണ്ടാലേ എനിക്കറിയാം നീ അതാക്കും. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരിടത്തത് പറയുന്നത്. എനിക്ക് വന്ന് മാറാതെ വന്നു. 32 തവണ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. 3 വർഷം എനിക്ക് ശ്വാസം കിട്ടാതെയായി. 6 മാസത്തോളം കണ്ടിന്യൂസ് ഞാൻ ഉറങ്ങാതെയായി. ഞാൻ ഒത്തിരി അസ്വസ്ഥനായി. ഞാൻ മുറിക്കകത്ത് ചർച്ചിനകത്ത് കയറി കിടന്ന് വല്ലാതെ കരയാൻ തുടങ്ങി. എനിക്കൊന്നും ഐ കാണ്ട് എക്സ്പ്ലെയിൻ. എനിക്കറിയില്ല അതെങ്ങനെ പറയണം. ഞാൻ ആ സാഹചര്യത്തെ എങ്ങനെ നേരിട്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. ഞാൻ ആ ഹോളിനകത്ത് കിടന്ന് ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് വാവിട്ട് അലറി കർത്താവിൻ്റെ ചപ്പ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചതല്ലേ, അല്ലേ? ഒത്തിരി പീഡകളുടെ നടുവിൽ നിന്നെ സേവിച്ചതല്ലേ? 24 മണിക്കൂർ നിലം തൊടാതെ വഴിയോരങ്ങളിലും കാണുന്ന ഇടങ്ങളിലെല്ലാം യേശുവിനെ ഉയർത്തുന്ന കണ്ണുണങ്ങാതെ കരയുന്ന ഒരു അപ്പനും അമ്മയും എനിക്കില്ലേ? എന്തുകൊണ്ടാണ് എന്നോടൊരു ജസ്റ്റിസ് കാണിക്കാത്തത്? ഞാൻ 14-ാമത്തെ വയസ്സ് തൊട്ട് നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയല്ലേ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് എൻ്റെ മിനിസ്ട്രി. എന്താ നിനക്ക് എന്നോടൊരു കരുണ തോന്നാത്തത്? നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു പ്രത്യേക ജോലി നമ്മുടെ കർത്താവിനുണ്ട്. ഇന്ന് 3 മണിക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ മേലാൽ ഈ ബൈബിൾ എടുക്കുകയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആ ബൈബിളും കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഗുണ്ടായുസ് ഒന്നും പ്രാർത്ഥനാ മുറിക്കകത്തും ദൈവത്തിൻ്റെ അടുത്തും വില പോവുകയല്ല. തമ്പുരാൻ ഭയങ്കര തമ്പുരാനല്ലേ. വ്യഭിചാരം ചെയ്യാത്ത യോസഫിനെ 13 വർഷം വ്യഭിചാരി എന്ന് വിളിച്ചവരുടെ വാപൊത്താൻ ദൈവം വന്നില്ല. 14-ാമത്തെ വർഷം തൊട്ട് തെളിയിക്കാൻ ദൈവം ഇറങ്ങി. അനങ്ങിയില്ല. ഞാനന്ന് റൂമിനകത്ത് കിടന്ന് വാവിട്ട് കരയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയോ? യഥാർത്ഥ ആത്മീകൻ വാനറച്ച് അന്യഭാഷ പറയുമ്പോഴല്ല, ദൈവത്തിൻ്റെ മൗനങ്ങളെ വായിക്കുന്നവൻ്റെ പേരാണ് ആത്മീകൻ. ദൈവത്തിൻ്റെ മൗനത്തിന് ലിപിയുണ്ട്, ദൈവത്തിൻ്റെ മൗനത്തിന് ഭാഷയുണ്ട്. എൻ്റെ മാതാപിതാക്കളോട് പറയാം, ദൈവം മിണ്ടാതിരിക്കുമ്പോഴും നീ വിശ്വസിക്കണം, അവൻ്റെ മൗനം പോലും എനിക്ക് വേണ്ടിയാ. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് അന്യഭാഷ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മിണ്ടിയത് കൊണ്ടാണോ നിങ്ങൾ ഇന്നും കർത്താവിനെ സേവിക്കുന്നത്? എല്ലാ മാസവും നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ടാണോ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്? അല്ല. ദൈവം മിണ്ടാത്ത വർഷങ്ങൾ നമുക്കുണ്ട്. എന്നാലും നമുക്കറിയാം അവൻ എൻ്റെ അപ്പനാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് ഞാൻ പറയാം. യേശു ക്രൂശിൽ കൊടിയ ഇരുട്ടത്ത് കടന്നുകൊണ്ട് ആമേൻ വിളിച്ചത് അപ്പ എന്നാ. അതിന്റെ അർത്ഥം എന്നറിയോ? സാഹചര്യങ്ങൾ ഇരുട്ടായാലും അവന്റെ ബന്ധം തകരിയേല. ഞാൻ ആ ഭാഗം വിടുക, ഒന്നും പറയാനില്ല. മത്യാസിന്റെ 2-ാം അധ്യായത്തിൽ സംഘം സഭയാകുന്നു. അവിടെയൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട്. 3-ാം അധ്യായത്തിൽ ചർച്ച് വെളിപ്പെട്ടത് റോട്ടിൽ വെളിപ്പെടുന്നു. ചർച്ച് വെളിപ്പെട്ടത് റോട്ടിൽ. സഭയിൽ പ്രബോധിപ്പിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കുന്നവരുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ലെന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കുന്നവരുണ്ട്. എന്നാൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് റോട്ടിൽ പോയി 10 മിനിറ്റ് പ്രബോധിപ്പിക്കാതിരിക്കുന്ന കാര്യത്തിൽ എന്താ വഴക്കില്ലാത്തത്? കണ്ട ഇപ്പൊ പറയും ഇനി മേലെ അവനെ വിളിക്കരുത്. ഞാൻ പട്ടിണി കിടന്നങ്ങ് ചാവും. റോട്ടിൽ പോയി എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ അവസരമില്ലെന്ന് പറഞ്ഞ് ഒരാൾ വഴക്ക് പിടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയണ്ടായിരുന്നു. കൈ ഉയർത്തി രാമൻ പറഞ്ഞു. 2-ാം അധ്യായത്തിൽ ചർച്ച് വെളിപ്പെട്ടത്, 3-ാം അധ്യായത്തിൽ റോട്ടിൽ വെളിപ്പെട്ടു. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു. യേശുവിനാമത്തിൽ എഴുന്നേറ്റ് നടക്കാം റോട്ടിൽ. ഇനി 5-ാം അധ്യായത്തിൽ അനന്യാസിന്റെ സഫീറയുടെ ശവടക്ക.
അയ്യോ അതൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാണ്, ഞാൻ വിടുക. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം, കല്ലെറിയുമ്പോഴും കല്ലിനോട് പ്രതികരിക്കാത്ത ദൈവമനുഷ്യൻ. ഇനി എനിക്കൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം, എമ്പടി പറയണ്ട, ഐ എം സോറി. 8-ാം അധ്യായത്തിൽ ഒരു ഫിലിപ്പോസ് പേനായും കൊടുത്ത് മേശമേൽ ശുശ്രൂഷിക്കാൻ ആക്കിയതാണ്. പത്രോസ് ഇരുത്തിയത് മേശയുടെ ചോട്ടിൽ, ഫിലിപ്പോസ് നിന്നത് ശമര്യയിൽ. മനുഷ്യൻ ഇരുത്തുന്നിടത്തിരിക്കുന്നതല്ല ശുശ്രൂഷ, ദൈവം നിർത്തുന്നിടത്ത് നിൽക്കുന്നതാണ് ശുശ്രൂഷ. മനുഷ്യർ നിങ്ങളോട് പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിനെ ലിസൺ ചെയ്യാൻ പറഞ്ഞു നിർത്തുക. ഫിലിപ്പോസ് ശമര്യയിൽ യേശുവിനെ കൊടുത്തു. ശമര്യയുടെ കെട്ടുകൾ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ 2 കാര്യം പറയാനായി തത്രപ്പെട്ട വാക്യം വായിച്ചത്. അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ. എൻ്റെ അറിവിൽ 162 കിലോമീറ്ററാണ് ദൈവശബ്ദത്തിന്റെ പുറകെ ഫിലിപ്പോസ് നടന്നത്. എങ്ങോട്ടാണ് നടന്നത്? ഗസയിലേക്ക്. കൂടെ വാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോനെ വാ, വന്ന് ഫിഗർ എൻ്റെ കൂടെ നിൽക്കുക. ഫിലിപ്പോസ് നടന്നത്, ഒന്ന് താഴോട്ട് നിന്ന കുഴപ്പമുണ്ടോ? ഫിലിപ്പോസ് നടന്നത് 162 കിലോമീറ്ററാ. ദൈവം ഫിലിപ്പോസിനെ എടുത്തില്ല, ദൈവം ഫിലിപ്പോസിനെ ഒക്കത്ത് വെച്ചില്ല, ദൈവം ഫിലിപ്പോസിനെ ചോന്നുമില്ല. നടക്കുക, 162 കിലോമീറ്റർ നടക്കുക. എന്നാൽ അസ്തോദിലേക്ക് 173 കിലോമീറ്റർ ഉണ്ട്, നടന്നില്ല. ആത്മാവ് എടുക്കുകയാ. IPC പ്രയർ സെന്റർ ചർച്ചിനോട് ഒരു ദൂത് ഞാൻ പറയാം, നടന്ന സീസൺ കഴിഞ്ഞു, ഇനി ആത്മാവ് നിന്നെ എടുക്കുന്ന സീസണാണ്. അലഞ്ഞ സമയം കഴിഞ്ഞു, വലഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഒന്ന് ആമേൻ പറഞ്ഞു വയ്ക്കേ, ആമേൻ പറഞ്ഞു വയ്ക്കേ. ഒരു തലമുറയെ എടുത്തോണ്ട് നടക്കാൻ യേശുവേ, അതൂത് സ്വീകരിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? എന്റെ നടന്ന സമയം കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, സമയം പോകുന്നു. ഫിലിപ്പോസ് ഗസയിൽ പോയി നിൽക്കുകയാണ്. ഫിലിപ്പോസ് ഗസയിൽ പോയി നിൽക്കുക. ഫിലിപ്പോസ് ഗസയിൽ നിൽക്കുക. ഓരോ ദേശത്തിന് ഓരോ ദേശാധിപതിമാരുണ്ട്. അങ്ങ് ഫിലിപ്പോസാണ്. ഫിലിപ്പോസ് കുഴപ്പമുണ്ടോ? ഫിലിപ്പോസ് ഗസയിൽ നിൽക്കുക. ഓരോ ദേശത്തിന് ഓരോ വ്യാപാരങ്ങളുണ്ട്. ചില ദേശത്ത് ഭയങ്കര പേടിയുള്ള ദേശങ്ങളുണ്ട്. ചില ദേശത്ത് ആൻസൈറ്റിയും ഡിപ്രഷനും ധാരാളമുണ്ട്. വേറെ ചില ദേശത്ത് ഫിനാൻഷ്യൽ ഹറാസ്മെന്റുകളുണ്ട്. വേറെ ചില ദേശത്ത് കുടുംബ തകർച്ചകളുണ്ട്. ചില ദേശത്ത് വ്യഭിചാരത്തിന്റെ ദുരാത്മ മണ്ഡലങ്ങളുണ്ട്. ചില ദേശത്ത് ഇടർച്ചകളുടെ വ്യാപാരങ്ങളുണ്ട്. ഓരോ ദേശത്തെയും ആത്മാവിൽ സെൻസ് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഫിലിപ്പോസ് ഗസയിൽ പോയി നിൽക്കുക. അവിടെ നിന്നോണേ, ഗസയിൽ നിൽക്കുക. ഈ ഗസയിലെ മണ്ണ് ഫിലിപ്പോസിന്റെ കാലിൽ ഇങ്ങനെ ഞോണ്ടി ഇങ്ങനെ തോണ്ടി ചോദിച്ചു, താൻ എവിടെയാ നിൽക്കുന്നെന്ന് തനിക്കറിയാവോ? ഫിലിപ്പോസ് പറഞ്ഞു, ഓഫ് കോഴ്സ്, ഞാൻ നിൽക്കുന്ന ഗസയിലാ. ആ മണ്ണ് പിന്നെ തോണ്ടി ചോദിച്ചു, താൻ എവിടെയാ നിൽക്കുന്നത് എനിക്കറിയാവോ? ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് ഗാസ, ഗസ. ആ മണ്ണ് പിന്നെ ചോദിച്ചു, നീ നിൽക്കുന്നത് എവിടെയാന്നറിയാവോ? ഫിലിപ്പോസ് പറഞ്ഞു, എനിക്കറിയാം, ഗസയില. ആ മണ്ണ് ഫിലിപ്പോസിന് പറഞ്ഞെന്നറിയോ? എടാ ദൈവദാസനെ, ഈ സ്ഥലം നിനക്കറിയോ? 3 പെണ്ണുങ്ങളെ വിട്ട് ഒരു ദൈവദാസനെ നശിപ്പിച്ച സ്ഥലമായത്. 2 ഒരു അഭിഷിക്തന്റെ കണ്ണു കുത്തിപ്പട്ടിച്ച സ്ഥലമായത്. 3 ഒരു ദൈവദാസന്റെ കയ്യിൽ അരിയാട്ടാൻ പിള്ളക്കല്ല് കൊടുത്ത സ്ഥലമായത്. 4 ഒരു ദൈവദാസനെ ക്ഷേത്രത്തിന്റെ തൂണ് കെട്ടിയിട്ട് കളിപ്പിച്ച സ്ഥലമായത്. നിനക്ക് ഈ സ്ഥലത്തെ ക്രോസ് ഓവർ ചെയ്യാൻ പറ്റുമോ? ഫിലിപ്പോസ് ആ ദുരാത്മ മണ്ഡലത്തോട് പറഞ്ഞു, പോടാ, എനിക്ക് ആത്മനിറമുണ്ട്. തിരുവല്ലയുടെ ചരിത്രത്തെ പൊളിക്കാൻ ആ അഭിഷേകത്തിന് ഗസയുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ
ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ആരും പോകല്ലേ? 2 മിനിറ്റ് പ്ലീസ്. സ്റ്റാൻഡ് ടുഗദർ ഓൾ. ലബ്ര തസതലറദിയാന. വേഗം എഴുന്നേക്ക്. അന്യഭാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേക്ക്. എന്നോട് ദൈവം പറയുന്നു, അവൻ ദേശത്തിന്റെ വ്യാപാരങ്ങളെ തകർക്കുന്ന, ഇവിടെ നിന്നെ വീഴിക്കും, ഇവിടെ നിന്നെ തകർക്കും, ഇവിടെ നിന്നെ ഉടയ്ക്കും, ഇവിടെ നിന്നെ മുടിക്കും. ഇതിന്റെ അപ്പുറത്ത് നീ പോകുകയില്ല. ഇവിടെ കൊണ്ട് നിന്റെ ശുശ്രൂഷ തീരും. ഇവിടെ കൊണ്ട് നിന്റെ സഭ പൂട്ടും. നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുകയില്ല. നിന്റെ കൊച്ചിന്റെ എഡ്യൂക്കേഷൻ നടക്കത്തില്ല. നീ തകരും. ആമേൻ. നിന്നെ ബ്രോക്കൺ ചെയ്യും. നിന്നെ ബ്രോക്കൺ ചെയ്യും. നിങ്ങൾ ഒരു വാക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? സീ, ഞാൻ വേറൊരാളോട് പറഞ്ഞു, തീ കത്തിക്കാവോ? ഹലോ, തീ കത്തിക്കാവോ? അയാൾ എന്നോട് ചോദിച്ചു, എന്തിനാ തീ കത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, വെട്ടം കിട്ടാനാ, വെളിച്ചത്തിന് വേണ്ടിയിട്ടാ. പന്തം കത്തിച്ച് തീ കത്തിക്കാവോ? ഓ, കേൾക്കുന്നില്ല. മൂള്. വെട്ടം കിട്ടാനാ. പക്ഷെ തീയുടെ പ്രശ്നം വെട്ടത്തിന് വേണ്ടി മാത്രം കത്താൻ പറ്റുകയില്ല. കത്തിയാൽ വെട്ടം മാത്രമല്ല, ചൂടുണ്ടാവും. കത്തിയാൽ വെട്ടവും ചൂടും മാത്രമല്ല, ചിലത് ദഹിക്കും. പരിശുദ്ധാത്മാവിനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയില്ല, പിശാച് എഴുതി വെച്ച തകിടുകളും താളിയോലകളും ഈ 19ാമത്തെ ദിവസം താങ്ക് യു. ശബ്ദമുയർത്തി ആരാധിക്ക്. എല്ലാ മരം ആരാധിക്ക്. ശബ്ദമുയർത്തി ആരാധിക്ക്. സാഹചര്യത്തെ പൊളിക്കുന്ന അഭിഷേകം. ഈ ദേശം നിന്നെ തകർക്കത്തില്ല. ഈ ദേശം കൈയടിക്ക്. അന്യഭാഷ പറ. ആത്മാവിൽ ബലപ്പെട്. അവൻ തീ പോലെ അഭിഷേകം, തീ പോലെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ. നീ ഗസയെ ജയിക്കും. നീ ശ്രദ്ധിച്ചേ, ഒരു നിമിഷം എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ശിംശോന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. ശിംശോനെ കെട്ടിയിട്ടിട്ടുണ്ട്. ശിംശോന്റെ ജട മുറിച്ചിട്ടുണ്ട്. എന്നാൽ സാത്താൻ ഒരു അബദ്ധമുണ്ട്. ശിംശോന്റെ ജട ആമെ മുറിക്കാൻ പറ്റുന്ന സ്ഥലത്താ. പൈശാചിക കത്രികയ്ക്ക് മുറിക്കാൻ പറ്റുന്നിടത്താ ശിംശോന്റെ ജട. എന്നാൽ പുതിയ നിയമസഭയുടെ അഭിഷേകം സാത്താന്യ മണ്ഡലത്തിന് തൊടാൻ പറ്റുകയില്ല. രണ്ട് കാര്യം ഇവിടെ പറയാം. ആരാധിക്കാൻ പോവാ. ഒന്ന് വാതുറന്ന് പറ, ഞാൻ ഈ മേഖലയെ ക്രോസ് ഓവർ ചെയ്യും. കാര്യം എന്റെ മേൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്. അവിടെ വെച്ച് ഫിലിപ്പോസിനോട് ദൈവം ഒരു ദൂത് പറഞ്ഞു, മക്കൾ ഇനി നടക്കണ്ട, ഞാൻ നിന്നെ എടുക്കാം. ഒന്നുകൂടെ പറ, നടക്കണ്ട, ഞാൻ നിന്നെ എടുക്കാം. എന്നെ നോക്കേ, ഇത് കണ്ടോ? ഞാനൊരു കൊച്ചിനെ എടുത്തിരിക്കുന്നത് കണ്ടോ? എടുത്താലുള്ള പ്രത്യേകത, ഇവന്റെ കാല് തറമുട്ടുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. എടുത്താലുള്ള പ്രത്യേകത, ഇനി ഇവൻ എന്റെ റൂട്ടിലേ പോകാൻ പറ്റത്തുള്ളൂ. ഓ, നിങ്ങൾ കേട്ടില്ല? ഇവൻ ഇഷ്ടമുള്ളിടത്തോട്ടല്ല ഞാനിപ്പോ പോകുന്നത്. രണ്ട് കാര്യങ്ങൾ IPC പ്രയർ സെന്റർ നടക്കാൻ പോകുന്നു. ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവ് എടുക്കാൻ പോകുന്നു. എന്താ പ്രത്യേകത? നിന്റെ റൂട്ട് അവസാനിച്ചു, ദൈവത്തിന്റെ റൂട്ട് തുടങ്ങി. എല്ലാരും ഒന്ന് ചേർന്ന് ആരാധിച്ചേ. രണ്ട്, നീ ചലിക്കുന്നത് നിന്റെ വേഗതയിലല്ല, നീ ചലിക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ വേഗതയിൽ. വിട്ടുകൊടുക്ക
ആമേൻ. നിന്റെ റൂട്ട് കഴിഞ്ഞു. എല്ലാം മറക്ക് ആരാധിക്ക. മുറുക്കെ കൈയടിച്ച് ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞ് ആമേൻ. ഹോളി സ്പിരിറ്റിന്റെ ടൈം. Rebra tasatana tara tara lara